സ്തോത്രം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ കാണുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായ സ്തോത്രം. എല്ലാവർക്കും യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. തിരുവചനത്തിന് പോകുന്നതിന് മുമ്പായി മുഖവരിയായി കർത്താവിൻ്റെ ഒരു സുവിശേഷ ഭാഗത്തെ വായിക്കാം. വായിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് അതിനെക്കുറിച്ച് ധ്യാനിക്കാം. യോഹന്നാൻ സുവിശേഷം 19-ാമത്തെ അധ്യായം, അതിൽ 26-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. നിങ്ങളത് വായിക്കുക സമയം കിട്ടും പോലെ. 25-26 വായിക്കുന്നുണ്ട്. യേശുവിൻ്റെ കുരിശനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാവിൻ്റെ ഭാര്യ മറിയയും മക്കളകാരത്തി മറിയയും നിന്നിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞു. ആ നാളിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. സ്തോത്രം. ഒരു സെക്കൻഡ് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. പരിശുദ്ധാത്മാവേ, അങ്ങ് സംസാരിക്കണമേ. വചനം കേൾക്കുന്നവരുടെ ഉള്ളിലേക്ക് സത്യത്തിൻ്റെ ആത്മാവ് കടന്നു ചെന്ന് അവരെ സത്യത്തിൻ്റെ ആത്മാവ് തന്നെ വിടിവിക്കട്ടെ. വചനം അവർക്ക് വളരെ പ്രയോജനകരമായി അവരുടെ ജീവിതത്തിലാകുവാനും അവർ വിശുദ്ധിയോടും ഭക്തിയോടും മാനസാന്തരപ്പെട്ട് ജീവിക്കുവാനും സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി ജീവിക്കുവാനും ഈ വചനം അവർക്ക് പ്രയോജനമുള്ളതായി തീരട്ടെ. പരിശുദ്ധാത്മാവ് തന്നെ സംസാരിക്കണം. മഹത്വവും മാനവും പുകഴ്ചയും സ്തോത്രമെല്ലാം അങ്ങേക്കുള്ളതാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ എൻ്റെ സ്വർഗീയ പിതാവേ. ആമേൻ. സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, ഈ വചനഭാഗം ഇന്ന് ഒരുപാട് പേർ ഈ ഒരു വചനത്തിൽ തൂങ്ങിക്കൊണ്ടാണ് ഇന്ന് ഒരുപാട് കാര്യങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ വചനത്തെ ഒന്ന് പരിശുദ്ധാത്മാവിനാൽ ധ്യാനിക്കാം. ഞാൻ മുഖവരിയായി ആദ്യമായി പറയുന്നു, ഈ വേദപുസ്തകത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ഈ വചനം മനുഷ്യൻ്റെ മാനുഷിക ചിന്തയല്ല, പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ ചിന്തയാണ്. പരിശുദ്ധാത്മാവിനാൽ നിയോഗിക്കപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവ് ഈ മനുഷ്യനിൽ കൂടെ നൽകിയ വചനങ്ങളാണ്. അപ്പോൾ പലരും പലതരത്തിൽ തർക്കിക്കുന്നുണ്ട്. ഇത് മനുഷ്യൻ എഴുതിയല്ലേ, മനുഷ്യനെ ഓരോന്ന് എഴുതിയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നാൽ അവരറിയാതെ അത് പറയുന്നുണ്ട്. നമുക്കവരോട് ക്ഷമിക്കാം. ഇത് പരിശുദ്ധാത്മാവിനാൽ വിശ്വസിക്കുന്ന നാം എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ ആത്മാവിനാൽ എഴുതപ്പെട്ട വചനം. ഇത് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നെ വേണം. പരിശുദ്ധാത്മാവ് തന്നെ ഇതിൻ്റെ അർത്ഥങ്ങളെ, ഇതിൻ്റെ വ്യാഖ്യാനങ്ങളെ നമുക്ക് മനസ്സിലാക്കി തരും. അല്ലാതെ മാനുഷികമായിട്ട് നമ്മൾ ഇതിനെ വായിക്കുമെങ്കിൽ നമുക്ക് കഥ വായിക്കാം. കഥ വായിക്കുമ്പോൾ ഇതിൽ ഒരുപാട് കഥകളുണ്ട് വായിക്കാൻ. അങ്ങനെ വായിച്ച് മനസ്സിലാക്കാം. യഥാർത്ഥമായി ദൈവത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഈ വചനം പരിശുദ്ധാത്മാവിനാൽ തന്നെ ധ്യാനിക്കണം. പരിശുദ്ധാത്മാവ് തന്നെ ഈ വചനത്തിൽ വെളിപ്പെടുത്തിത്തരും. അടുത്ത് ഈ വചനത്തിൻ്റെ ഭാഗത്തിലേക്ക് പോകുന്നതിന് മുമ്പായി ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ എന്നുള്ള ഒരു വിഷയമാണ്. അതിൽ ഞാൻ വ്യക്തമായതിൽ കർത്താവിൻ്റെ വചനത്തിൽ കൂടെ തന്നെ ഞാനത് പറഞ്ഞു കൊടുത്തു. എന്നാൽ ഒരു സഹോദരൻ അതിൽ കമൻറ്റ് ബോക്സിൽ, കാരണം എങ്ങനെയായാലും ശരി, ഈ പാരമ്പര്യം പിടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ജയിക്കണമെന്നുള്ള ഒരു മനോഭാവമുണ്ട്. സത്യം തിരിച്ചറിയാൻ, സത്യത്തിലേക്ക് പോകണം, സത്യം തിരിച്ചറിയണം എന്നുള്ള മനോഭാവമില്ല. ഞാൻ പറഞ്ഞത്, എൻ്റെ ചിന്ത അത് സത്യമാകണം എന്നുള്ള മനോഭാവം, ആ മാനുഷിക ചിന്ത. അതുകൊണ്ടാണ് ആ ചോദ്യം, അല്ലെങ്കിൽ ഞാൻ ഇത്രയും വ്യക്തമായി അതിൽ ഞാൻ എടുത്ത് ഓരോ കാര്യങ്ങളെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് തന്നെ പറഞ്ഞു കൊടുത്തിട്ടും അത് തൃപ്തിയായില്ല. അപ്പോൾ അങ്ങേര് വേറൊരു കാര്യം എൻ്റെ അടുത്ത് ചോദിച്ചു. അത് നിങ്ങൾക്കും കമൻറ്റ് ബോക്സ് എടുത്ത് ചെക്ക് ചെയ്യാം. അതിൽ ഉണ്ട്. ഒന്ന്, മരിച്ചവർക്ക് വേണ്ടി സ്നാനം
എടുത്തതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ 1 കൊരിന്ത്യർ 15:29 പറഞ്ഞതും, ആത്മാവിൽ മരിച്ചവരോട് സുവിശേഷം അറിയിച്ചുവെന്ന് 1 പത്രോസ് 3:19 കർത്താവായ യേശു ക്രിസ്തു സുവിശേഷം അറിയിച്ചതും അങ്ങേര് നോണ്ടിയെടുത്ത് മുറിവാക്യം അങ്ങനെ വ്യക്തമായി പറഞ്ഞ് ചോദിച്ചിരിക്കുകയാണ്. ഏതായാലും ഇതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി തരും. സ്തോത്രം. അതിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ വചനം ശ്രവിക്കുന്ന എല്ലാവരും അത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ശ്രവിക്കുക. അപ്പോൾ നിങ്ങൾക്കിതിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ എൻ്റെ സഹോദരൻ ഇത് കാണുന്നുവെങ്കിൽ സഹോദരനും ഇതിനെ വ്യക്തമായി ഇതിൻ്റെ അവസാനം വരെ കേൾക്കുക. എന്നാലേ പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നാം ആദ്യം വായിച്ച ഭാഗം മറിയയെ അപ്പോസ്തലനായ യോഹന്നാൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി കുരിശിൽ. അതാണ് ഇന്ന് ജനങ്ങൾ കൂടുതലും താല്പര്യമായിട്ടെടുത്ത് അവിടെ ഇന്ന് പറഞ്ഞ് അവരെ അതിൽ വലിയ വിശ്വാസത്തിൽ കൊണ്ട് നടക്കുന്നത് ഈ ഒരു കാര്യമാണ്. ഇത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ സാഹചര്യം, അത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ളതൊക്കെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ഇവിടെ മത്തായി സുവിശേഷം 13-ാമത്തെ അധ്യായം അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ, ഞാൻ സുവിശേഷത്തിലൊക്കെ ഇത് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ, വരുമ്പോൾ അവിടെ സ്വന്തം ദേശത്ത്, കർത്താവ് ജനിച്ച ദേശത്ത് ഈ ഭൂമിയിൽ ആയിരുന്നപ്പോൾ വന്നായിരുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അവരൊക്കെ പലരും പലതരത്തിൽ പറഞ്ഞു, ഇത് മറിയയുടെ മകനല്ലയോ, തച്ചൻ്റെ മോനല്ലയോ, ഇവൻ്റെ സഹോദരിമാർ ഞങ്ങളെ കൂടെ ഉണ്ടല്ലോ, എൻ്റെ സഹോദരങ്ങൾ ഇവരാണല്ലോ, ഇങ്ങനെ ഇവരൊക്കെ ആണല്ലോ, അപ്പോൾ ഇവൻ ഇത്രയും വീര്യപ്രവൃത്തികൾ എവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന് കർത്താവിൽ വിശ്വസിച്ചില്ല, ഇടറിപ്പോയി. കാരണം സ്വന്തം നാട്ടിലാണല്ലോ, സ്വന്തം ദേശത്ത് ജനിച്ചു. ഇപ്പം നമ്മളായാലും നമ്മൾ ജനിച്ച ദേശത്ത് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഇവിടെ നമ്മൾ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ചെയ്താലും മറ്റുള്ളവർ അത് അംഗീകരിക്കണമെന്നില്ല. കാരണം അവരുടെ ആ മനോഭാവം അങ്ങനെയാണ്. ഇവനല്ലേ, ഇവൻ ഇങ്ങനെ നടന്നവനല്ലേ, ഇത് അങ്ങനെയല്ലേ, അപ്പോൾ ഇവൻ ഇതൊക്കെ പറയുന്ന പൊട്ടത്തനമായിരിക്കും എന്ന് ചിന്തിക്കും. അത് മാനസികമായുള്ള ചിന്ത. അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് അവിടെ ഉണ്ടായിരുന്നു. അത് വ്യക്തമായി പരിശുദ്ധാത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവ് അവിടെ ഒരു വീര്യപ്രവൃത്തിയും ചെയ്തില്ല, അവരുടെ അവിശ്വാസ നിമിത്തം. കാരണം വിശ്വാസത്തിലാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. എവിടെ നോക്കിയാലും കാണാൻ സാധിക്കും വിശ്വാസം. ദൈവത്തോടുള്ള വിശ്വാസത്തിലാണ് പ്രവൃത്തി നടക്കുക. വിശ്വാസം ഇല്ലാത്ത, അല്പം പോലും സംശയിക്കുന്ന ഹൃദയമുണ്ടെങ്കിൽ അവിടെ ഒന്നും നടക്കില്ല, ഒരു കാര്യവും നടക്കില്ല. പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കത്തുമില്ല വിശ്വാസമില്ലെങ്കിൽ. വിശ്വസിക്കുന്നവർക്കേ അവിടെ അത് അത്ഭുതങ്ങളെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഞാനും പ്രിയമുള്ളവരെ, എനിക്കത് പറയാൻ പറ്റി, എപ്പോഴും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. എൻ്റെ ദൈവം ആ വിശ്വാസത്തിൽ എനിക്ക് തന്ന സൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യങ്ങൾ ഞാൻ അതിനെ വ്യക്തമായി അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു വലിയ സ്പീഡായിട്ടൊന്നുമല്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ രണ്ടാമത് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആ വീഡിയോയാണ് എൻ്റെ അനുഭവ സാക്ഷിയാണ്. ദൈവം എന്നെ സൗഖ്യമാക്കിയതിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരി, അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് മറിയയെ യോഹന്നാന് ഏൽപ്പിച്ചു, അതാണ് വിഷയം. അപ്പം മറിയ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. മറിയയുടെ സ്വഭാവം എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത ഒരു സ്വഭാവമാണ്. കാരണം യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പേ ആ കാലഘട്ടത്തിൽ ഒരുപാട് സ്ത്രീകൾ കർത്താവ് ജനിക്കും, എന്നിൽ ജനിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധിയോടും ഭക്തിയോടും ജീവിച്ചിരുന്നുവെന്ന് വേദപണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതേപോലെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് മറിയ. അപ്പോൾ മറിയയിലേക്ക് തന്നെ ആ കർത്താവിൻ്റെ കൃപ കടന്നു വരണമെങ്കിൽ മറിയ അത്രയ്ക്കും വിശുദ്ധിയുള്ളവളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധയായിരുന്നു. കാരണം പരിശുദ്ധനായ ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വരേണ്ടതാണ്. അത് പരിശുദ്ധയായ ഒരു സ്ത്രീ തന്നെ വേണം. അപ്പോൾ വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു സ്ത്രീ വേണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് മറിയയെ തിരഞ്ഞെടുത്തത്. അപ്പോൾ മറിയയിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും ചെയ്തത്. മറിയ ഈ ലോകത്തിൽ പരിശുദ്ധാത്മാവിനാൽ ജനിച്ച വ്യക്തിയല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ ക്രൂശിൻ്റെ അടുക്കൽ മറിയ ഉണ്ടായിരുന്നു, മറിയയുടെ സഹോദരി ഉണ്ടായിരുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത് നമ്മൾ മാനുഷികമായി ചിന്തിക്കുമ്പോൾ
മറിയയ്ക്ക് ഭർത്താവുണ്ട്, യോസേഫ്. അങ്ങേര് മരിച്ചിട്ടൊന്നുമില്ല. അടുത്ത് മക്കളുണ്ട്, 6 മക്കൾ. അടുത്ത് മറിയയ്ക്ക് സ്വന്തം അപ്പനും അമ്മയും എന്ന് പറയുന്നവർ അന്ന് ജീവിച്ചിരിക്കും. മറിയയ്ക്ക് അത്ര പ്രായമൊന്നും ആ സമയം ആയില്ല, അതുകൊണ്ട് അവരും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഭൂമിയിൽ മരിയ ജനിച്ചത് അത് ജഡരക്തങ്ങളിൽ നിന്നാണ്, മനുഷ്യ ഇച്ഛയിൽ നിന്നാണ് മറിയ ഈ ഭൂമിയിൽ ജനിക്കുന്നത്. മനസ്സിലാക്കണം, മറിയ ജനിക്കുന്നത് മനുഷ്യൻ്റെ ഇച്ഛയിൽ, യേശുക്രിസ്തു ജനിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. മറിയുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് വന്നിട്ടാണ് യേശുക്രിസ്തു ജനിക്കുന്നത്. രണ്ടിനും വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഇത് ജഡരക്തമാണ്, മറിയ ജഡരക്തമാണ്. സഹോദരങ്ങളുണ്ട്, സഹോദരിയുണ്ട്, അപ്പനും അമ്മയുണ്ട്, എല്ലാവരുമുണ്ട് ഈ ഭൂമിയിൽ. അങ്ങനെ മനുഷ്യൻ്റെ ഇച്ഛയിൽ ജനിച്ചതാണ് മറിയ. അടുത്ത് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവിനാൽ തന്നെ അവൾക്ക് പ്രവചനം ഇത് കിട്ടി. ദൂതൻ പറയുകയാണ്, അപ്പോൾ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കുന്ന ഒരു മനോഭാവം, അത് എല്ലാവർക്കും വേണ്ടതാണ്. സമർപ്പിക്കുന്ന മനോഭാവം, ഞാനിതാ, ആഴമായ വിശ്വാസം. അതുകൊണ്ടാണല്ലോ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരാൻ തക്കതായ ഒരു സ്ത്രീ വിശുദ്ധിയോടെ ജീവിക്കണമെങ്കിൽ അത്രയ്ക്കും പരിശുദ്ധമായി ഈ ലോകത്തിൽ ജീവിക്കണം. അപ്പോൾ അത്രയ്ക്കും വിശുദ്ധിയോടും ഭക്തിയോടും ജീവിച്ചു. അതാണ് ആത്മീയ വിശുദ്ധി, വിശ്വാസം, ഭക്തി. ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും മറിയ ഒരു മാതൃകയാണ്. കാരണം ദൂതൻ വരെ അവിടെ മറിയെ പ്രശംസിക്കുകയാണ്. കൃപ ലഭിച്ചവളെ എന്ന് പറഞ്ഞുകൊണ്ട് ദൂതൻ വരെ അവിടെ മറിയയെ പ്രശംസിക്കുകയാണ്. എന്നാൽ മറിയയുടെ മനോഭാവം അതല്ല. മറിയ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, ഇതാ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കുന്ന, ദൈവത്തെ ഉൾക്കൊള്ളുവാൻ, ദൈവത്തെ സ്വീകരിക്കുവാൻ, കർത്താവിൻ്റെ കൽപ്പന അത് സത്യമാണെന്ന് വിശ്വസിക്കുവാൻ, ഉറപ്പ്, ദൈവം പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കും എന്ന് വിശ്വസിച്ച് ഉറപ്പുള്ള മനോഭാവത്തിന് ഉടമയാണ് മറിയ. നമുക്കത് ലൂക്കോസ് സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കും. എടുത്തു വച്ച് വായിക്കാൻ 1-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യത്തിൽ അത് കാണാൻ സാധിക്കും. ഇതാ ഞാൻ എന്ന് പറഞ്ഞു സമർപ്പിക്കുന്ന കാര്യങ്ങളും വിശ്വാസത്തിനെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ 1:46 മുതൽ 55 വരെ വായിക്കുക. അടുത്ത് ആത്മീയ മനോഭാവത്തിനെ കുറിച്ച് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ 2:51 എടുത്ത് വായിക്കുക. അത് ഇങ്ങനെയൊക്കെ മറിയയുടെ സ്വഭാവ വിശേഷത്തെക്കുറിച്ച് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ കർത്താവ് ജനിച്ച ദേശത്തിൽ വന്നപ്പോൾ ഒരു മനുഷ്യനും കർത്താവിനെ അംഗീകരിച്ചില്ല. ഒരു മനുഷ്യനും യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് വിശ്വസിച്ചിരുന്ന, എന്നാൽ മറിയ അത് വിശ്വസിച്ചിരുന്നു. മറിയയ്ക്ക് അറിയാമായിരുന്നു ഇത് ദൈവപുത്രനാണ്. കാരണം അവൾക്കറിയാം തൻ്റെ ഉദരത്തിലേക്ക് വന്നത് പരിശുദ്ധാത്മാവാണ്. യോസേപ്പിൻ്റെ അതായത് നമ്മളെ മനുഷ്യ ഇച്ഛയിൽ ജഡരക്തങ്ങളിൽ നിന്ന് ഉരുവായതല്ല എന്ന് അറിയാവുന്ന ഒരേ ഒരു വ്യക്തി മറിയ മാത്രമേ ഉള്ളൂ. അതാണ് ലൂക്കോസ് സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 2ന്റെ അവസാന ഭാഗങ്ങളെടുത്ത് നോക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കും, മോനെ, ഞങ്ങൾ ഇത്രയും സമയം നിൻ്റെ അപ്പനും ഞാനും ഇത്രയോ സമയം നിന്നെ ഞങ്ങൾ തിരഞ്ഞു നടന്നു. അപ്പോൾ നീ ഞങ്ങളോട് നീ ചെയ്തതെന്ത്? നീ പറയാതെ ഇങ്ങനെ പോയതെന്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദേഷ്യത്തിൽ, കാരണം ബാലനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു അമ്മയ്ക്കും അപ്പനും ഉണ്ടാകുന്ന ആ ഫീലിങ്സ്, ആ ദേഷ്യം, ഇതെല്ലാം ഉണ്ടാവും. ഇപ്പം നമ്മളെ കുഞ്ഞുങ്ങളെ തന്നെ എന്തെങ്കിലും അനുസരണക്കേട് കാണിച്ചാൽ നമുക്ക് തന്നെ ദേഷ്യം വരില്ലേ? അതുപോലെ അവിടെയും സംഭവിച്ചിരിക്കും. ദേഷ്യപ്പെട്ട് കാണും, ദേഷ്യപ്പെടാതിരിക്കില്ല. അത് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല, ദേഷ്യപ്പെട്ട് കാണും. അപ്പോൾ കർത്താവ് തന്നെ പറയുകയാണ്, നിനക്കറിയില്ലയോ ഞാൻ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യേണ്ടവനാണെന്ന്. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടത്തിൽ, അതായത് ആ വാക്യം അങ്ങനെയാണ് പറയുന്നത്,
എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിനക്ക് അറിയില്ലയോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഗ്രഹിച്ചിട്ട് അവർ അന്നേരം മനസ്സിലായില്ല, എന്നാൽ മറിയ അത് അവളെ ഹൃദയത്തിൽ സംഭരിച്ചു എന്നെഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഈ മറിയയ്ക്ക് മാത്രമേ അറിയാവൂ ഇത് ദൈവപുത്രൻ. മറിയയുടെ സ്വഭാവം അറിഞ്ഞു. മറിയയുടെ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ വിവരിച്ചു. മറിയ ഇങ്ങനെയുള്ള സ്വഭാവമുള്ളവളായിരുന്നു. മറിയയ്ക്ക് ദുശീലങ്ങളോ ഇല്ല, വേറൊരു ഇതുമില്ല. പരിശുദ്ധനായ ദൈവത്തെ ഈ ഭൂമിയിൽ സൃഷ്ടിക്കാൻ വേണ്ടി പരിശുദ്ധയായി ജീവിച്ച ഒരു സ്ത്രീയാണ്. നമ്മളെല്ലാവരും ബഹുമാനിക്കേണ്ടവളുമാണ്. കാരണം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ത്രീ പരിശുദ്ധയാണ്. അവളെ ബഹുമാനിക്കേണ്ടത് നമ്മളെ ഉത്തരവാദിത്വമാണ്. യേശു ക്രിസ്തുവിൻ്റെ അമ്മ നമുക്ക് അമ്മ തന്നെ, ഇതിൽ ഒരു സംശയമില്ല. അടുത്ത് ഇത് അറിഞ്ഞിരുന്ന ഒരു സ്ത്രീ ഈ മറിയ അവിടെ തിരിച്ചങ്ങോട്ട് പോകുമ്പോൾ യോഹന്നാനെ നോക്കുമ്പോൾ ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരു പ്രത്യേക സ്വഭാവത്തിനുടമയാണ് ഈ യോഹന്നാൻ. കർത്താവിൻ്റെ മാറോട് ചാഞ്ഞിരുന്ന് ആലോചന കേൾക്കുന്നതും കൂടുതൽ ക്രിസ്തുവിനെ സ്നേഹിച്ചിരുന്നതും ഈ ദൈവപുത്രൻ എന്നുള്ള ആ മനോഭാവത്തിൽ, ദൈവം എന്നുള്ള മനോഭാവത്തിൽ കൂടുതൽ ചിന്ത ഉണ്ടായിരുന്നതും യേശുക്രിസ്തു പ്രത്യേകം സ്നേഹിച്ചിരുന്നു എന്ന് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നതും ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ട് മറിയയെ അങ്ങ് കൊടുത്തു? ഇത്രയും സ്വന്തം ഭർത്താവുണ്ട്, സഹോദരിയുണ്ട്, മക്കളുണ്ട്, അവരുടെ അടുക്കലേക്ക് വിട്ടില്ല. എന്താണ് അതിൻ്റെ കാരണം? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്താണ്? അവർ യോഹന്നാനെ കൂടെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു, അതുകൊണ്ട് മറിയ ഈ ഭൂമിയിൽ ഇപ്പോഴും അങ്ങ് എല്ലായിടവും വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് എൻ്റെ അർത്ഥം. ഈ ലോകത്തിൽ മരിച്ചവരെല്ലാം ഇവിടെ നിന്ന് പൊക്കഴിഞ്ഞു. ആരും ഇവിടെ ഭൂമിയിലില്ല. അവർ പർദീസയിലും പാതാളത്തിലുമേ ഉള്ളൂ. മരിച്ചവരൊക്കെ ഈ ഭൂമിയിലുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് ഭൂമിയിലുണ്ട്. പിന്നെ പൈശാചിൻ്റെ ആത്മാവ്, പൈശാചായവൻ ചുറ്റി വളഞ്ഞുകൊണ്ട് നടക്കുകയാണ് ആരെ വിളങ്ങണമെന്ന്. അവൻ്റെ ദൂതന്മാരുണ്ട്. ദുഷ്ടാത്മാക്കളും ഭൂമിയിലുണ്ട്. ഇല്ല എന്നില്ല, ഈ ഭൂമിയിലുണ്ട്. ദുഷ്ടാത്മാക്കളുണ്ട്, ഭൂതങ്ങളെന്ന് പറയുന്ന ദുഷ്ടാത്മാക്കളുണ്ട്, പിശാചായവനുണ്ട്. അവൻ ഈ ഭൂമിയിൽ ഇങ്ങനെ നരങ്ങിക്കൊണ്ട് നടക്കുകയാണ്. അല്ലാതെ ഉള്ളതാണ് പരിശുദ്ധ ആത്മാവ്, അതായത് ദൈവത്തിൻ്റെ ആത്മാവ്. ദൈവം ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. അല്ലാതെ ഈ ഭൂമിയിൽ ജനിച്ച ജഡരക്തങ്ങളിൽ ജനിച്ച ആരും തന്നെ ഈ ഭൂമിയിലില്ല. അപ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും, മറിയയ്ക്ക് ഇത്രയും സ്വഭാവം ഉണ്ടായിരുന്ന ഒരു മറിയയെ ദൈവം സ്നേഹിച്ച ഒരു മനുഷ്യൻ്റെ കയ്യിലാണ് ഇതെൻ്റെ അമ്മ എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്നത്. ഇതിൻ്റെ രഹസ്യം നാം മനസ്സിലാക്കണമെങ്കിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, മറിയ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചിട്ട് അതായത് നിദ്രയിലാണ്. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഇത്രയും വിശുദ്ധിയോടെ ഭക്തിയോടെ ജീവിച്ച ഒരു സ്ത്രീയാണ്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പരിശുദ്ധയായ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ ഇന്ന് പർദീസയിൽ കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഞാൻ വേറെ ഒന്നും ഇതിൻ്റെ ഇടയിൽ ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഈ പരിശുദ്ധയായ സ്ത്രീയെ എന്നാണ് വിളിച്ചത് യേശു ക്രിസ്തു. സ്ത്രീയെ എവിടെയെങ്കിലും അമ്മ എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. യോഹന്നാൻ എഴുതിയിരിക്കുന്നു യേശുവിൻ്റെ അമ്മ അങ്ങനെ എഴുതിയിരിക്കുന്നു. പക്ഷേ കർത്താവ് അമ്മയെന്ന് വിളിച്ചിട്ടില്ല, എൻ്റെ അമ്മയെന്ന് വിളിച്ചിട്ടില്ല. എപ്പോഴും കുരിശിൽ കടന്നുകൊണ്ട് എൻ്റെ പിതാവേ എന്നാണ് വിളിച്ചത്. പിതാവേ, എന്നെ നീ കൈവിട്ടത് എന്തെന്നൊരു പറഞ്ഞു. വേദന സഹിക്കാൻ വയ്യാതെ എന്നെ നീ കൈവിട്ടത് എന്ത്? പിതാവേ എന്നാണ് വിളിച്ചത്. നമുക്ക് മാനുഷികമായിട്ട് നമുക്ക് ചിന്തിക്കാം. ഈ ഭൂമിയിൽ ഏതൊരു വ്യക്തിയും, ഏതൊരു ബാലനായിരിക്കട്ടെ, കുറച്ച് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ അപ്പോ എന്ന് വിളിക്കും, ചിലർ അമ്മോ എന്നും വിളിക്കും. എൻ്റെ അമ്മോ, എൻ്റെ അപ്പോ എങ്ങനെ വിളിക്കും? ഇവിടെ ആ ഒരു വിളിയില്ല. സ്ത്രീയെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഇതാ നിൻ്റെ മകൻ. ക്രിസ്ത്യാനികളായിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ സുഹൃത്തുക്കളെ, എൻ്റെ വചനം എൻ്റെ വായിൽ കൂടെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ,
എൻ്റെ പ്രിയ മിത്രുവേ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഈ മറിയയെ യോഹന്നാൻ്റെ ഭവനത്തിലേക്ക് കൊടുത്തത് യോഹന്നാനെ പോലെ വിശുദ്ധോടും ഭക്തിയോടും കർത്താവിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും ആ വ്യക്തിയുടെ കുടുംബത്തിൽ ഈ മറിയ വേണം. മറിയയുടെ സ്വഭാവം വേണം, താഴ്മ വേണം. ഏതൊരു സ്ത്രീക്കും വേണം, ഏതൊരു പുരുഷനും വേണം. ഈ മറിയയുടെ താഴ്മയുടെ മനോഭാവം, കർത്താവ് സംഭവിക്കും എന്ന് പറഞ്ഞ കാര്യങ്ങളെ വിശ്വസിച്ചു. ആ വിശ്വാസത്തിൻ്റെ വലിയ ആഴമുള്ള ഹൃദയമുള്ള മറിയയുടെ ഹൃദയം വേണം ഒരു വ്യക്തിക്ക് വേണം. പ്രത്യാശ വേണം, കീഴ്പ്പടിയുന്ന സ്വഭാവം വേണം. ഇതാണ് പരിശുദ്ധാത്മാവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യോഹന്നാനെ ഏൽപ്പിച്ചതിൻ്റെ കാരണം. വേറൊരു വ്യക്തിയെ ഏൽപ്പിക്കാത്തതിൻ്റെ ഉദ്ദേശം എന്ത്? ഏതൊരു വ്യക്തി പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധിയോടും ഭക്തിയോടും ഈ ഭൂമിയിൽ ജീവിക്കുന്നുവോ ആ വ്യക്തിയുടെ ഭവനത്തിൽ ഈ മറിയയ്ക്കുണ്ടായിരുന്ന അതേ സ്വഭാവം വേണം. അതേ സ്വഭാവം, അതിനാണ് പരിശുദ്ധാത്മാവിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യോഹന്നാനെ ഏൽപ്പിച്ചുവെന്ന് പരിശുദ്ധാത്മാവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതാണ്. ഇതാ നിന്റെ അമ്മ. അവിടെ പറയുന്നു, ആ നാളിക മുതൽ അവൻ തൻ്റെ ഭവനത്തിൽ അമ്മയായി സ്വീകരിച്ചു എന്ന് വച്ചിട്ട് അമ്മ ഈ ഭൂമിയിൽ എങ്ങനെ ഈ മനുഷ്യർ ജീവിച്ചിരുന്നു അതുപോലെ തന്നെ ജീവിച്ചിരുന്നു. അല്ലെങ്കിൽ ഈ അമ്മയ്ക്ക് പരിശുദ്ധാത്മാവിന് എന്താണ് ആവശ്യം? പരിശുദ്ധാത്മാവിനാൽ മൊത്തമായി ഈ ഭൂമിയിലായിരുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിന് എന്തിനാണ് മറിയയ്ക്ക് ആവശ്യം? അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണാൻ വ്യക്തമായി അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരോട് കൂടെ, യേശുക്രിസ്തുവിൻ്റെ സഹോദരങ്ങളോട് കൂടെ ഈ മറിയ പരിശുദ്ധാത്മാവിന് വേണ്ടി, അതായത് കർത്താവായ യേശുക്രിസ്തുവിൽ നിന്ന് വരുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നു എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ ഇതിൽ തെറ്റിപ്പോകരുതൊരിക്കലും. പരിശുദ്ധാത്മാവിന് വേണ്ടി മറിയ എന്തിനു കാത്തിരിക്കണം? അതിനെക്കുറിച്ച് ചിന്തിക്കുക. എന്തിനു കാത്തിരിക്കണം? യോഹന്നാനെ ഏൽപ്പിച്ചു, അതുകൊണ്ട് മറിയ ഇവിടെ ജീവിച്ചിരിക്കുകയാണോ? മറിയയുടെ ആത്മാവിടെ ചുറ്റിക്കൊണ്ട് നടക്കുകയാണോ ലോകത്തിൽ? ഇങ്ങനെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായി പറഞ്ഞു തന്നു. ജപമാല പറയുമ്പോൾ എടുത്തു പറയും, മദർ തെരേസയെ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ, മറിയെ അമ്മയെ മാതാവേ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പൗലോസയെ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പത്രോസയെ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ, മിഖായേലെ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈ അന്ധവിശ്വാസത്തിൽ കഴിയുന്ന നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചിന്തിക്കാനുള്ള ആ തലയിൽ ഈ ബുദ്ധി വരാത്തത്. ചത്തവരാരും ഈ ഭൂമിയിൽ ഇല്ല. ഒന്നീ പർദീസയിൽ അല്ലെങ്കിൽ പാതാളത്തിൽ. ഈ രണ്ടിടത്തേ ഉള്ളൂ. ഈ ഭൂമിയിലുള്ളത് ഒന്ന് ദൈവത്തിൻ്റെ ആത്മാവാണ്, പിശാചിൻ്റെ ആത്മാവാണ്, ദുരാത്മാക്കളാണ് ഈ ഭൂമിയിലുള്ളത്. മറിയയുടെ ആത്മാവ് ഈ ഭൂമിയിലില്ല. അതൊക്കെ സ്വർഗത്തിൽ അങ്ങ് പോയി, പർദീസയിലാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നീ ഈ ചത്തവരോടത്ത് വിളിക്കുമ്പോൾ അവർ വരുമോ? കുറച്ചെങ്കിലും ചിന്തിക്കേണ്ടിയ. ശരി, മറിയയ്ക്ക് എന്തിനാണ് പരിശുദ്ധാത്മാവിന് ആവശ്യം? എല്ലാവർക്കും പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ഈ മറിയയ്ക്കും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതെന്തിനാണ് നീ ഉപേക്ഷിച്ച് കളയുന്നത്? ഇതെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ഏവനെങ്കിലും ഒരു പുരോഹിതൻ പറഞ്ഞു, അവനോ പിശാചിനാൽ പിടിക്കപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ്, സാത്താൻ്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. കർത്താവ് യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ഒരു വചനം പറഞ്ഞു. 4-ാമത്തെ അധ്യായം യോഹന്നാൻ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവം ആത്മാവാണ്, ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഏത് ആരാധനയാണ് നടത്തുന്നത്? പഴയ നിയമത്തിൽ നടന്ന അതേ ആരാധന ഇപ്പോഴും ചെയ്തുകൊണ്ട് കിടക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ക്രിസ്തു ലോകത്തിൽ വന്നതായിട്ടോ മരിച്ചതായിട്ടോ ഉയർത്തെഴുന്നേറ്റായിട്ടോ ഒരു ഇതും നിങ്ങൾക്കില്ല. വെറുതെ ക്രിസ്മസ് വരുന്നു, ഹാപ്പി ക്രിസ്മസ്, അന്ന് യേശു ക്രിസ്തു ജനിക്കുന്നു. ദുഃഖവെള്ളി വരുന്നു, അന്ന് ക്രിസ്തു മരിക്കുന്നു. പിന്നെ കുരിശും എടുത്തുകൊണ്ട് ചുറ്റുന്നു. അത് ഏത് ഉദ്ദേശത്തിലാണ്? അത് എന്ത് കണ്ടിട്ടാണ്? ഒന്ന് പറഞ്ഞു തരാമോ?
ഈ പഴയ ആചാരം തന്നെ ഇപ്പോൾ എടുത്തുകൊണ്ട് നടക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, പരിശുദ്ധാത്മാവ് തന്നെയാണ്. അതായത് ദൈവം ആത്മാവാണ്, നീ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ആ ആരാധനയാണ് ഇപ്പോൾ ഉള്ളത്. അതിനെ തന്നെയാണ് മറിയ കാത്തിരുന്നതും മറിയയ്ക്ക് ഈ പരിശുദ്ധാത്മാവ് കിട്ടിയതും. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കുന്തിരിക്കാൻ പുകച്ചുകൊണ്ട് ഇങ്ങനെ നീ ആട്ടിക്കൊണ്ട് കടന്നെന്ന് പറഞ്ഞുകൊണ്ട് പുക ആർക്ക് വേണ്ടിയിട്ടാണ്? ചത്തവരെ ഉടനെ തന്നെ അവിടെ ആരാധന തുടങ്ങുമ്പോൾ തന്നെ മറിയെന്ന് വിളിച്ച് ആദ്യം തുടങ്ങും. അവിടെ മറിയ വരുമെന്നാണോ ഈ ആരാധനയിൽ? ഇവിടെ ഭൂമിയിൽ നടത്തുന്ന ആരാധനയിൽ മറിയ വന്ന് പങ്കെടുക്കുമെന്നാണോ? മരിച്ചുപോയി ഈ ഭൂമിയിൽ നിന്ന് പോയ മറിയ ഈ ഭൂമിയിൽ വന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുമെന്നാണോ? എത്ര പൊട്ടത്തനങ്ങളാണ് ഇതൊക്കെ ജനങ്ങളെ പഠിപ്പിച്ച് വച്ചുകൊണ്ട് നടക്കുന്ന യുവമാർ. ഇവർക്ക് വരാൻ പോകുന്ന ശിക്ഷ എന്താണെന്ന് അവർക്കറിയാമോ? എന്ത് ശിക്ഷയാണ് ഇത്? ചിന്തിക്കാൻ പറ്റില്ല. ഭയങ്കര ശിക്ഷയാണ് ഇവർക്ക് വരാൻ പോകുന്നത്. ഇപ്പോൾ അതാവുന്ന കൃപാസന എന്ന് പറഞ്ഞു തുടങ്ങി. പൈശാചിൻ്റെ ഭൂതാരാധന തന്നെ അവിടെ നടക്കുന്നത്. ഭൂതാരാധന. ഞാൻ കഴിഞ്ഞ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു. അങ്ങേര് മാസ്കും കെട്ടിക്കൊണ്ട് കയ്യിൽ കൊണ്ടുവച്ചിട്ട് ഒരു കുരിശിൻ്റെ, കർത്താവിൻ്റെ കുരിശെന്നും അവിടെ വച്ചിരിക്കുന്ന സ്വരൂപത്തിൽ വന്ന് തൊടുന്നു. അവിടെ മറിയ എന്ന് പറഞ്ഞു വച്ചിരിക്കുന്ന സ്വരൂപത്തിൽ തൊടുന്നു. എന്തെല്ലാം ഭക്തി കാണിക്കണമെന്നറിയാമോ? ഇവനൊക്കെ വരാൻ പോകുന്ന ശിക്ഷ എന്തെന്നറിയാമോ? പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇവനൊക്കെ വരാൻ പോകുന്ന ശിക്ഷ ഭയങ്കര ശിക്ഷയാണ്. ഇതൊന്നും യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷകരല്ല, കർത്താവിൻ്റെ പുരോഹിതനുമല്ല. ഇതിൻ്റെ പുറകെ പോകുന്ന ജനമേ, നിങ്ങൾ കുറച്ച് മനസ്സിലാക്കിക്കൊള്ളണം. ഇതൊക്കെ കള്ളന്മാരാണ്. ദൈവത്തിൻ്റെ സുവിശേഷമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ജനങ്ങളെ വഞ്ചിക്കുന്നവരാണ്. സത്യസുവിശേഷകരെ അല്ല ഇവർ. ബൈബിൾ അടിസ്ഥാനത്തിലുള്ള സുവിശേഷകരല്ല ഇവർ. എടുത്തു നോക്കുക, കൃപാസനമെന്ന് പറയുന്നതിൻ്റെ അകത്ത് അവിടെ എണ്ണ ഒഴിക്കുക, എണ്ണ ഒഴിച്ച് തിരികത്തിക്കുക, അവിടെ ധൂപം കാണിക്കുക, എന്തെല്ലാം മ്ലേച്ഛതകളാണ് നടത്തുന്നത്. യഥാർത്ഥത്തിൽ ഭൂതാരാധന എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഭൂതാരാധന. ഇതിൻ്റെ പുറകെ ജനം ഓടിക്കൊണ്ടിരിക്കുക. അവിടെ ഏതമ്മ ഇരിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോണത്? അവിടെ അമ്മ പൊക്കഴിഞ്ഞുവിടെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. അമ്മ പൊക്കഴിഞ്ഞു. അമ്മ സ്വർഗത്തിൽ പരദീസിലാണ്, ഈ ഭൂമിയിലില്ല. ഏതെങ്കിലും രൂപത്തെ ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ ഈ മെഡിക്കൽ കോളേജിൽ, തിരുവനന്തപുരത്തിൽ മെഡിക്കൽ കോളേജിൽ SATയിൽ ഒരു സ്വരൂപം വെച്ചിട്ടുണ്ട്. അവിടെ അറിയാമോ? കുഞ്ഞിനെ വെച്ചുകൊണ്ട് ഒരു സ്വരൂപം അവിടെ ഇരിപ്പുണ്ട്. അവിടെ SAT ആശുപത്രിയിൽ പോകുന്നവർക്ക് കാണാം. കാണാത്തവർ കാണണമെന്നുണ്ടെങ്കിൽ അവിടെ പോയാൽ കാണാം. ഈ ജനം, ഈ മൂഢജനം, ഇവരെ മൂഢജനം എന്നേ പറയാൻ പറ്റൂ. ആ സ്വരൂപത്തിൻ്റെ മുമ്പിൽ വരെ ചെന്നിട്ട് തിരികൊളുത്തും. അതും ഒരു അമ്മ മാതാവേ എന്നും പറഞ്ഞുകൊണ്ട്. എത്ര തരം വിട്ടിത്തനമാണ് ഈ ജനങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കുന്നത്. എത്ര വിട്ടിത്തനം. പ്രിയമുള്ളവർ, കുറച്ചെങ്കിലും തലയിൽ കളിമണ്ണ് എന്ന് പറയുന്ന ഇരിക്കണമെങ്കിൽ അതിനെ എടുത്തു മാറ്റിയിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ, ദൈവത്തിൻ്റെ വചനത്തെ അതിൻ്റെ അകത്ത് കയറ്റാൻ നോക്കണം. ഞാൻ ഈ പറയുന്നത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പറഞ്ഞു തരണത്. ഒരിക്കൽ കൂടെ ഈ ജനത്തിന് ഒരു അവസരം കൂടെ ദൈവം കൊടുത്തിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ ജനം ഈ തെറ്റായ ആരാധനയെ വിട്ട്, ഈ ഭൂതാരാധനയെ വിട്ട് മാനസാന്തരപ്പെടാൻ വേണ്ടി. കേൾക്കുമെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. ഇല്ല, വേണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉടനെ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും നിങ്ങളെ ശ്രദ്ധയെ മാറ്റാൻ പറ്റും. ശ്രദ്ധിച്ച് കേൾക്കുമെങ്കിൽ നിങ്ങൾക്ക് ഈ സത്യം എന്താണെന്ന് വ്യക്തമായി മനസ്സിലായി നിങ്ങൾ സത്യത്തിൻ്റെ വഴിയിൽ പോകും. ഈ കർത്താവിൻ്റെ വചനം സത്യമെന്തെന്ന് മനസ്സിലാക്കി സത്യത്തിൻ്റെ വഴിയെ പോകും. അല്ലാതെ ഈ കള്ള പുരോഹിതന്മാരുടെ അടുക്കൽ പോയി നിങ്ങളെ മുട്ടുകളെ കുത്തുമെങ്കിൽ അവരുടെ കയ്യെ പിടിച്ച് ചുംബിക്കുകയും അവരുടെ വസ്ത്രങ്ങളെ പിടിച്ച് ചുംബിക്കുകയും അവരെന്താണ്? ആൾ ദൈവങ്ങളോ? അവരെ കർത്താവിൻ്റെ കൽപ്പനയ്ക്ക് വിരോധമായിട്ട് നടക്കുന്നവരാണ്. കർത്താവിൻ്റെ കൽപ്പനയ്ക്ക് വിരോധമായി വിഗ്രഹങ്ങളെ ആരാധിപ്പിച്ചും ധൂപം കാണിക്കുന്നത്. ഈ ധൂപം കാണിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഭൂതാരാധനയ്ക്കാണ്. ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കാലമാണ്, ആത്മാവാണ്. കൊരിന്ത്യ ലേഖനത്തിൽ വ്യക്തമായി ഇത് പറയുന്നുണ്ട്. 15-ാം അധ്യായത്തിൽ എടുത്ത് നോക്കുക. യേശുക്രിസ്തു ആരെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിടെ പറയുകയാണ്, ദൈവം ആത്മാവാണ്, അവനെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം എന്ന് പറഞ്ഞ അതേ കർത്താവ് മരിച്ചടക്കപ്പെട്ട് പോയതിന് ശേഷം അപ്പോസ്തലനായ പൗലോസിൽ കൂടെ അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എടുത്തൊന്ന് വായിച്ചു നോക്കുക.
ഇതാ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. 1 കൊരിന്ത്യർ 15 അവസാന ഭാഗം. ഇതാ അതിൻ്റെ 44. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീക ശരീരമുണ്ട്. 1-ാം മനുഷ്യൻ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്തെ ഒന്നാമത്തേത്, ആത്മീകം പിന്നത്തേതിൽ വരുന്നു. 2-ാമത്തെ ആദാം കർത്താവായ യേശുക്രിസ്തു ജീവിപ്പിക്കുന്ന ആത്മാവായി. യേശുക്രിസ്തുവിൻ്റെ രൂപം എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് കൊണ്ടുവച്ചിട്ട് അവിടെ പോയി തിരുവെളുത്തുകയും അവിടെ ഇങ്ങനെ രൂപം കാണിക്കുകയും ചെയ്യുമ്പോൾ നീ ആലോചിച്ച് നോക്കണം. കർത്താവായ യേശുക്രിസ്തു ആത്മാവാണ്. ആത്മാവായിട്ടാണ് ഈ ഭൂമിയിൽ ഇപ്പോൾ ഉള്ളത്. പരിശുദ്ധാത്മാവാണ് കർത്താവായ യേശുക്രിസ്തു ഇപ്പോൾ ഭൂമിയിൽ. അതാണ് പരിശുദ്ധാത്മാവെന്ന് സഹായകൻ ഇന്ന് നമ്മളെ മധ്യസ്ഥൻ എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയിൽ ഉള്ളത്. അല്ലാതെ മധ്യസ്ഥൻ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയല്ല. അമ്മയുടെ ഈ ഭൂമിയിലില്ല. നീ അമ്മയെന്ന് വിളിച്ച് മണ്ട കുത്താൻ ചെന്നിട്ട് മുടി മുട്ടയടിക്കാനും എല്ലാത്തിനും അമ്മ ഈ ഭൂമിയിലില്ല. അമ്മയുടെ ആത്മാവ് ഈ ഭൂമിയിലില്ല. വേറെ യോമാർ പറയുന്നത് കേട്ടിട്ട് എൻ്റെ ജീവിതത്തെ എന്തിന് ഇല്ലാതാക്കുന്നു? പ്രിയ സഹോദര സഹോദരി, യേശു ക്രിസ്തു പറയുകയാണ്, ദൈവം ആത്മാവാണ്. ആത്മാവിലും സത്യത്തിലും നീ ആരാധിക്കണം ദൈവത്തെ. യേശു ക്രിസ്തു ആത്മാവാണ്. ആത്മാവായിട്ടാണ് ഈ ഭൂമിയിലുള്ളത് ഇപ്പോൾ സകല മനുഷ്യരിലേക്കും. അതുകൊണ്ടാണ് നീ ഏത് ലോകത്തിൽ ഏത് മുക്കിൽ ചെന്നിരുന്ന് വിളിച്ചാലും യേശു ക്രിസ്തു ഇറങ്ങി വരണത്, നിന്നെ വിടുവിക്കാൻ വേണ്ടി, നിന്നെ രക്ഷിക്കാൻ വേണ്ടി, നമ്മെ ഓരോരുത്തരെയും വിടുവിക്കാൻ രക്ഷിക്കാൻ ഇറങ്ങി വരുന്നത്. അല്ലാതെ വല്ലവനും എന്തെങ്കിലും പറയും, പൊട്ടത്തനം വിളിച്ച് പറയാൻ എൻ്റെ പുറകെ പോകുന്നത്, വല്ലതിനും ചെന്നിട്ട് മണ്ട കുത്തുന്നതും അതിൽ തൊട്ട് തൊഴുന്നതും, ഈ കൃപാസനത്തിൽ വച്ചിരിക്കുന്നത് തൊട്ട് തൊഴുത് അവിടെ പോയി ചുംബിക്കുന്നത് എന്താണ് എൻ്റെ അകത്തിരിക്കുന്നതെന്ന്? ആ ക്ലാസ് പെട്ടിയിനകത്ത് വച്ചിരിക്കുന്ന ആ രൂപം നിനക്ക് വല്ലതും തരുമെന്നാണോ? അങ്ങനെ ഒരു വീഡിയോ ക്ലിപ്പ് എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അവസരം കിട്ടുമെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. എന്താണെന്ന് അങ്ങേര് പറയണത് ആ നടത്തുന്ന വ്യക്തി. യഥാർത്ഥത്തിൽ അവൻ ദൈവത്തിൻ്റെ പുരോഹിതനല്ല. അവന് വരാൻ പോകുന്ന ശിക്ഷ ഭയങ്കരമാണ്. ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിക്ക് ഭയങ്കര ശിക്ഷയാണ് വരാൻ പോകുന്നത്. നിങ്ങൾ ചിന്തിക്കും, നമ്മൾ അച്ഛനെ കുറിച്ചല്ലേ പറയുന്നത്? അച്ഛനോ? എവിടത്തെ? ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാത്ത ഒരു വ്യക്തിയും അവന് ഒരു ബഹുമാനവും ഇല്ല ഇവിടെ ഭൂമിയിൽ. കർത്താവും കൊടുത്തിട്ടില്ല. പത്രോസിനെ അവരെ സാത്താനെ എന്ന് പറഞ്ഞു യേശു ക്രിസ്തു. പത്രോസിനെ അവരെ ആദ്യം പറഞ്ഞു, നീ പാറയാണ്, നിൻ്റെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരോധമായി സംസാരിച്ചതേ ഉള്ളൂ പത്രോസ്. ദൈവത്തിന് ഇഷ്ടത്തിന് വിരോധമായി സംസാരിച്ചതേ ഉള്ളൂ. ഒട്ടനെ കർത്താവ് പറഞ്ഞു, സാത്താനെ എന്ന് വിളിച്ചു പത്രോസിനെ. 1-ാമത്തെ പോപ്പെന്ന് പറയുന്ന വ്യക്തിയെ അറിയാമോ? മത്തായി സുവിശേഷം 16:23 എടുത്ത് വായിച്ച് നോക്കുക. സാത്താനെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ കർത്താവ് പ്രത്യേകിച്ച് തിരഞ്ഞെടുത്ത ഒരു ശിഷ്യനെ അവരെ കർത്താവിന് വിരോധമായിട്ട് ഒന്ന് ചിന്തിച്ച് പറഞ്ഞതേ ഉള്ളൂ, വായുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, സാത്താനെ എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ഈ പേട്ട് മനുഷ്യൻ, ഇന്ന് കടന്ന നാളെ പ്രഭാതം കാണാൻ പറ്റാത്ത ഈ പേട്ട് മനുഷ്യൻ ജനങ്ങളെ ഇങ്ങനെ വഞ്ചിച്ചുകൊണ്ട് നടക്കുന്ന യുവനൊക്കെ വരാമെന്ന ശിക്ഷ എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതൊക്കെ വെറുതെ അല്ല പറയുന്നത്. വെറുതെ അല്ല ഈ വ്യക്തി പറയണത്. പരിശുദ്ധാത്മാവിനാൽ തന്നെയാണ് പറയുന്നത്. പരിശുദ്ധാത്മാവിനാൽ തന്നെ. അതുകൊണ്ട് മാനസാന്തരപ്പെട്ടുകൊള്ളുക ഈ അന്ധവിശ്വാസത്തിൽ നിന്ന്. ആ അമ്മയെ യോഹന്നാന് കൊടുത്തു. അതുകൊണ്ട് അമ്മയെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ സഹായിക്കാമെന്ന് ഇവിടെ പറഞ്ഞോ പ്രിയ സഹോദര സഹോദരി? അമ്മയുടെ ആത്മാവിടെ ഇല്ല ഭൂമിയിൽ. ആരാ പറഞ്ഞേ? വചനത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിരിക്കുന്നു അമ്മയുടെ ആത്മാവിടെ ഉണ്ടെന്ന്? അമ്മ സ്വർഗാരോഹണം ചെയ്തു. സ്വർഗത്തിലെ റാണി ഇങ്ങനെ കണ്ടു.
സ്വർഗത്തിലെ റാണി എന്ന് ദർശനത്തിൽ ഇങ്ങനെ കണ്ടു. വെളിച്ചപ്പാടാത്മാവാണ് നിങ്ങളൊക്കെ ഇതിൽ വിളിക്കുന്നത്. ഞാൻ ചെയ്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. എൻ്റെ വിശ്വാസത്തിൻ്റെ ആദ്യത്തെ പടിച്ചവിട്ട് കത്തോലിക്ക സഭയായിരുന്നു. കത്തോലിക്ക സഭയിൽ കരസ്മാറ്റിക് പ്രാർത്ഥനയായിരുന്നു ഞാൻ ആദ്യം ചവിട്ടിയത്. വിശ്വാസത്തിൽ എൻ്റെ അസുഖം പിടിച്ചപ്പോൾ അറിയാമോ, അവിടെ നിന്നാണ് ദൈവം എനിക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ഞാൻ ദർശനങ്ങളെ കണ്ടു. വെളിച്ചപ്പാട് ആത്മാവ് എന്തെന്ന് മനസ്സിലാക്കിയത് ഇതിൽ കൂടെയാണ്. ഇതിനു മുമ്പേ ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അപ്പൂപ്പൻ മന്ത്രവാദിയായിരുന്നു, എൻ്റെ അമ്മയുടെ അപ്പൻ. അവിടെ ആ വിചാരം പഠിക്കാൻ വേണ്ടി, മന്ത്രവാദം പഠിക്കാൻ വേണ്ടി, അതായത് ഈ മന്ത്രവാദം എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അങ്ങേര് വരും ആ വിചാരം ചെയ്യാൻ. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചത്തവരെയാണ് ആദ്യം വിളിക്കുന്നത്, ഈ ലോകത്തിൽ ജീവിച്ചു പോയ ചത്തവരെ. ആ വിചാരം ചെയ്യുന്നവരുടെ അടുത്തും ചോദിച്ചു നോക്ക്. ഞാൻ പറയുന്ന വിശ്വാസമില്ലെങ്കിൽ ആ വിചാരം ചെയ്ത മന്ത്രവാദികളുടെ അടുത്തും ചോദിച്ചു നോക്ക്. ചത്തവരെ വിളിക്കുമോ ആരെ വിളിക്കുമെന്ന്, ആ വിചാരം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇതിൻ്റെ ഗുരുവാണ് ബിലയാം. ഈ ആഭിചാരത്തിൻ്റെ ഗുരു എന്ന് പറയുന്നത് ബിലയാമാണ്. ഇതൊക്കെ മോശെ അന്ന് കൊന്നുകളഞ്ഞു ബിലയാം. അവനെ ചുമന്നുകൊണ്ട് നടക്കുകയാണെന്ന് സഭയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് പറഞ്ഞു, ബിലയാമിൻ്റെ ഉപദേശം സ്വീകരിക്കുന്നവർ ഉണ്ടെന്ന്, ഇവിടെ ചത്തവരെ വിളിക്കുന്നവരുണ്ടെന്ന് സഭയിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ വിശ്വാസം തന്നെയാണത്. എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അമ്മയെ എന്നെ സഹായിക്കണം, നീ അമ്മയെ എന്നെ അമ്മ ഒരമ്മയും നമ്മളെ സഹായിക്കണം പറഞ്ഞിട്ടില്ല പ്രിയ സഹോദര സഹോദരി. കർത്താവിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഏതൊരുവനും മറിയേറെ സ്വഭാവം വേണമെന്നാണ് ഇവിടെ കാണിക്കുന്നത് പരിശുദ്ധാത്മാവ്. വിധേയത്വം വേണം, താഴ്മ വേണം, വിശ്വാസം വേണം, ഭക്തി വേണം, ആ വിശ്വാസത്തിലുള്ള ഉറപ്പ് വേണം. ഇതൊക്കെ മറിയയ്ക്ക് ഉണ്ടായിരുന്നു. അത് വിശ്വാസിയുടെ കുടുംബത്തിലാണ് തന്നിരിക്കുന്നത്. അല്ലാതെ വിശ്വാസമില്ലാതെ കടന്ന മറ്റുള്ളവരുടെ കുടുംബത്തിൽ മറിയയ്ക്ക് സഹോദരിമാരുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു. ഇവർക്കൊന്നും വിശ്വാസമില്ലായിരുന്നു. കർത്താവിൽ യേശു ക്രിസ്തുവിൽ വിശ്വാസമില്ലായിരുന്നു. ദൈവപുത്രനാണെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസമില്ലായിരുന്നു. അതുകൊണ്ട് ആ വിശ്വാസിയുടെ കുടുംബത്തിൽ തന്നിരിക്കുന്നത്. ആ സ്വഭാവം ഒരു വ്യക്തിക്ക് വേണം, ഒരു സ്ത്രീക്ക് വേണം. ഒരു വീട്ടിൽ ഒരു സ്ത്രീക്ക്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു സ്ത്രീക്ക് ആ സ്വഭാവം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധാത്മാവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ എൻ്റെ സഹോദര? ഈ മനസ്സിലായില്ലെങ്കിൽ നീ കൊണ്ടു നടക്കുന്ന ആ ഇതിനെ പിടിച്ചുകൊണ്ട് നട. പാതാളം നിനക്കായി റെഡിയായിരിക്കുന്നു. അവിടെ പാതാളം റെഡിയായിരിക്കുന്നു. ആ വിചാരം ചെയ്യുന്നവൻ ഒരുത്തനെ സ്വർഗരാജ്യം കാണുകയില്ല. ഇന്ന് പലരും പറഞ്ഞുകൊണ്ട് നടക്കുന്നു. എങ്ങനെയെന്നറിയാമോ? ഇതാരോ എനിക്ക് കൂടോത്തരം ചെയ്തതാണ്, അപ്പുറത്ത് അവരെയാണ് എനിക്ക് സംശയം, അവിടെ അങ്ങേരെയാണ് സംശയം. ഇങ്ങേര് അങ്ങ് പോവും വെളിച്ചപ്പാടൻ്റെ അടുത്ത് ദർശനം കാണിക്കാം. വെളിച്ചപ്പാടൻ ഇരുന്നുകൊണ്ട് പറയും, നിൻ്റെ അയൽവശത്ത് ഒരാൾ ഇങ്ങനെ കൂടോത്തരം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ടെൻഷൻ കയറും, ഉള്ള സമാധാനവും പോവും. ടെൻഷൻ കയറി അവൻ ആഭിചാരം ചെയ്തു. എടാ സഹോദര സഹോദരി, നീ ചെയ്യുന്നത് തന്നെ ആഭിചാരം. ഈ ആഭിചാരം ചെയ്യുന്നത് ഇപ്പം നിനക്ക് ഈ ഉത്തരം ഉണ്ടാവുന്നത് എന്തെന്നറിയാമോ? നീ ദൈവത്തെയും വിളിക്കുകയാണ്. അപ്പോൾ ദൈവദൂതന്മാരും അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് നിനക്ക് ഉപദ്രവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും നീ ഇവിടെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് ഉപദ്രവം ഉണ്ടാകുന്നത്. നീ ദൈവത്തെയും വിളിക്കുന്നു, ഇതിനെയും വിളിക്കുന്നു. ദൈവത്തെ വിളിച്ചിട്ട് നീ ആഭിചാരം ചെയ്യുന്നു. ഇപ്പോൾ പിശാച് തന്ത്രപൂർവമാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയ കുഞ്ഞുങ്ങളെ വരും ആഭിചാരത്തിന് ഉപയോഗിക്കുകയാണ്. ഇവരറിയുന്നില്ല പ്രിയ സഹോദരങ്ങളെ, ഇവർ അറിയുന്നില്ല. അമ്മ മറിയെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് വിളിക്കുന്നു. ഒന്ന് അപ്പോസ്തലന്മാരുടെ പേരെല്ലാം പറഞ്ഞു വിളിക്കും. പൗലോസേ എന്ന് വിളിക്കും, പത്രോസേ എന്ന് വിളിക്കും, എല്ലാവരെയും വിളിക്കും. വിളിച്ചിട്ട് എനിക്ക് വേണ്ടി അപേക്ഷിക്കണം. ഈ പത്രോസ് ഇവരൊക്കെ വരുമെന്ന് പറഞ്ഞു. അവരുടെ ആത്മാവ് ഭൂമിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണോ? കുറച്ചെങ്കിലും ആൾ താമസം വേണ്ടേ എൻ്റെ സഹോദരങ്ങളെ? എന്തുകൊണ്ട് നിങ്ങൾ ഈ ആഭിചാരത്തിന് അടിമയായി പോകണം? എന്തുകൊണ്ട് നിങ്ങൾ നരകത്തിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്തുകൊണ്ട് നടക്കുന്നു? നരകത്തിൽ പോവാൻ, പാതാളത്തിലേക്ക് പോകാൻ എന്തിനു ടിക്കറ്റ് എടുത്തുകൊണ്ട് നടക്കുന്നു?
വെളിച്ചപ്പാട് പറഞ്ഞുകൊണ്ട് വരുന്നവനാണ് ഞാൻ. അതിനെ കഴുത്തിൽ നിന്ന് ഊരി കൊണ്ടുവന്ന് അടുപ്പിലെത്തി ചുട്ട് കളഞ്ഞു. അന്നാണ് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. എൻ്റെ സാക്ഷിയെടുത്ത് നോക്ക്, അല്ല എന്തുകൊണ്ട് അത് എന്ന് പറഞ്ഞു. കർത്താവ് എങ്ങനെയാണ് അതെനിക്ക് മനസ്സിലാക്കി തന്നെന്ന്. ഇത്രയും ധൈര്യത്തോടെ ഞാനിത് പറയണമെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ആരായിരുന്നാലും ശരി, എവിടെ ഇരുന്ന് കേട്ടാലും ശരി, സത്യം ഇത് തന്നെയാണ്, മനസ്സിലാക്കിക്കൊള്ളുക. ചത്തവരുടെ ആത്മാവിടെ ഭൂമിയിൽ ഇല്ല. ഇനി ഇതിപ്പോൾ മറിയയുടെ വിഷയം. മറിയെ നമ്മളെ വീട്ടിൽ, മറിയയുടെ സ്വഭാവത്തെ ഒരു വിശ്വാസിയുടെ വീട്ടിൽ എടുക്കണമെന്നാണ് ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറിയയുടെ അതേ സ്വഭാവം ഒരു സ്ത്രീക്ക് വേണം. പറഞ്ഞു മനസ്സിലായോ? ഇനി ആർക്കും സംശയമില്ലല്ലോ. സംശയമുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് വചനത്തിൽ കൂടെ എന്തുണ്ടെങ്കിലും ചോദിക്കാം, നിങ്ങൾക്ക് മറുപടി പറഞ്ഞു തരുന്നതായിരിക്കും. സംശയം കൊണ്ടിട്ട് ഈ കള്ള പുരോഹിതന്മാരുടെ കയ്യിൽ പോകരുത്. അവർ നിങ്ങളെ കൂടുതൽ ചുരുട്ടിക്കൂട്ടി കുഴിയിൽ തള്ളും. അവർ ദൈവത്തിൻ്റെ പുരോഹിതന്മാരെ അല്ല, ദൈവത്തിൻ്റെ പുരോഹിതന്മാരെ അല്ല. തീർത്തും ഞാൻ പറയുന്നു, ദൈവത്തിൻ്റെ പുരോഹിതന്മാരെ അല്ല. പുരോഹിത വർഗമെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് വിശുദ്ധിയോടും ഭക്തിയോടും ജീവിക്കുന്ന ഓരോരുത്തരും പുരോഹിത വർഗമാണ്. ഓരോരുത്തരും പുരോഹിത വർഗമാണ്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടെന്നാൽ തിരശീല കീറി ഇന്ന് എല്ലാവർക്കും പോകാം കർത്താവിൻ്റെ അടുക്കൽ അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട്. എല്ലാവരും പുരോഹിത വർഗമെന്നാണ് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഈ പുരോഹിതന്മാർ എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പുരോഹിതന്മാർ ഇവർ കാണിച്ചു കൂട്ടുന്നതൊന്നും ഈ പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു വന്നതിന് ശേഷം ഒന്നും ഇല്ല. ആത്മീയ ആരാധനയാണുള്ളത്. ആത്മീയ ആരാധന. ദൈവം ആത്മാവാണ്, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക. അതാണ് ആരാധന. എന്താണ് ആത്മീയ ആരാധന? ഞാൻ ഇതിനെക്കുറിച്ച് ഇനി വേറൊരു ദിവസം നിങ്ങൾക്കത് വ്യക്തമായി പറഞ്ഞു തരാം. പരിശുദ്ധാത്മാവ് വ്യക്തമായി പറഞ്ഞു തരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പോൾ ഇനി ആ സഹോദരൻ ചോദിച്ച ഒരു കാര്യം, മരിച്ചവർക്ക് വേണ്ടി സ്നാനമെടുത്തതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്. അത് ഞാനിതാ വായിക്കുന്നു. പ്രിയമുള്ള സഹോദര, അങ്ങ് കേൾക്കുന്നുവെങ്കിൽ ശ്രദ്ധിച്ച് കേട്ടോളുക. അങ്ങയുടെ ചോദ്യത്തിൻ്റെ ഉത്തരം പരിശുദ്ധാത്മാവ് തരുന്നു. അങ്ങ് ചോദിച്ചതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരമാണത് പരിശുദ്ധാത്മാവ് തരുന്നത്. മനസ്സിലാക്കിക്കൊള്ളുക. അല്ല, മരിച്ചവർക്ക് വേണ്ടി 1 കൊരിന്ത്യർ 15:29 കേട്ടോ. അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നവർ എന്ത് ചെയ്യും? മരിച്ചവർ കേവലം ഉയർക്കുന്നില്ല എങ്കിൽ അവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നത് എന്തിന്? വചനം നല്ല ധ്യാനിച്ച് വേണം പഠിക്കാൻ. അതിൻ്റെ ആഴം, നീളം എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ മരിച്ചവർക്ക് വേണ്ടി സ്നാനം എടുക്കുന്ന എന്തിന്? ഈ വചനം മുകളിൽ വായിക്കുക, താഴെയും വായിക്കുക. അപ്പോൾ മനസ്സിലാവും ഇത് എന്തുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എന്തുകൊണ്ട് പറഞ്ഞു എന്ന് മനസ്സിലാവും. പുനരുത്ഥാനം ഇല്ല, അതായത് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവൻ ഉയർക്കത്തില്ല എന്ന് പറഞ്ഞ് കൊണ്ട് നടന്ന ഒരു കൂട്ടം ജനത്തിൻ്റെ അടുക്കൽ സുവിശേഷം പറയുകയാണ് പൗലോസ്. പുനരുത്ഥാനമില്ല എന്ന് വിശ്വസിച്ച് നടക്കുന്നവർ. എന്നാൽ അവരുടെ ഇടയിൽ തന്നെ ഇങ്ങനെ ഒരു ആചാരം ഉണ്ടായിരുന്നു, മരിച്ചവർക്ക് വേണ്ടി സ്നാനമെടുക്കുക. അത് അന്നുമുണ്ട്, ഇന്നുമുണ്ട്. അന്നും ഉണ്ടായിരുന്നു പ്രിയമുള്ളവരെ. അതാണ് സഭാപ്രസംഗി 12 എടുക്കുക. അതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതാ ഞാനെടുത്ത് വായിച്ച് കേൾപ്പിക്കാം. സഭാപ്രസംഗി 12 അവസാന ഭാഗങ്ങളിൽ തന്നെ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ മുമ്പിലുള്ള ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ട്, വലിയ ആത്മീയ കാര്യങ്ങൾ. ഞാനിത് നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അത് വായിച്ച് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. 12 5-6 വാക്യമാണ്. അതിൽ എഴുതിയിരിക്കുന്നു. ഒരു ക്രിസ്ത്യാനി ഇങ്ങനെയൊന്ന് ചെയ്യുമോ ആരെങ്കിലും? ഇല്ല. എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു അതിനെ നീ മനസ്സിലാക്കണം. ആദ്യം മനുഷ്യൻ തൻ്റെ ശ്വാസത ഭവനത്തിലേക്ക് പോകും, ഉള്ളതാണ്.
അവൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ പോണതെല്ലാം അങ്ങാണ്. അതാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. താഴെ അത് എഴുതിയിരിക്കുന്നു. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തന്നെ അത് പോകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഭാഗമാണ് വിലാപം കഴിക്കുന്നവർ വീഥികളിൽ ചുറ്റി സഞ്ചരിക്കും. അതായത് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവിടെ വിലാപം ഉണ്ടാവും. ഇതിലൊരു സംശയമില്ല. അവിടെ രേഖപ്പെടുത്തുന്നു. അന്ന് വെള്ളിച്ചരട് അറ്റുപോകും. ഇന്ന് ഒരുപാട് പേര് മരിച്ചു കഴിഞ്ഞാൽ ചരടൊക്കെ മുറിച്ചൊക്കെ ഇടുന്നതും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ ഈ ലോകത്തിലല്ലേ ജീവിക്കുന്നത്, ഇതൊക്കെ കണ്ടുകൊണ്ടല്ലേ ജീവിക്കുന്നത്. അത് തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത്. പൊൻകിണ്ണം തകരും, കലങ്ങൾ ഉടയ്ക്കുന്നത്, ഇതൊക്കെ കണ്ടിട്ടില്ലയോ? ഉറവിങ്കിലെ കുടമുടയും, കിണറ്റിങ്കിലെ ചക്രം തകരും, പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ഇത് സഭാപ്രസംഗിയിൽ കൂടെ പറഞ്ഞിരിക്കുന്നു. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, അന്ന് ഇവർ ഇന്നും എടുക്കുന്നില്ലേ? ഒരു വർഷാവർഷം പോവും. അപ്പൻ്റെ ഓർമ്മ ദിവസം, അമ്മയുടെ ഓർമ്മ ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് ചെന്നിട്ട് മുങ്ങി എളിച്ചു വരും. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഈ വിശേഷ ദിവസമെന്ന് പറഞ്ഞുകൊണ്ട് ആ ദിവസങ്ങളിൽ ചെന്നിട്ട് പൂജകർമ്മങ്ങൾ ചെയ്തിട്ട് അവർക്ക് വേണ്ടി ഒരു സ്നാനം നടത്തൊക്കെ ഉണ്ട്. ഇതൊക്കെ നടത്തുമല്ലോ. അവർക്കാണ് ഈ അപ്പോസ്തലനായ പൗലോസ് പറയണത്. അവർക്ക് മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ സ്നാനം എടുക്കണേ? മരിച്ചവർക്ക് വേണ്ടി. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, നിങ്ങൾ പറയുന്നുവെങ്കിൽ എന്തിനീ സ്നാനം നിങ്ങൾ എടുക്കണമെന്ന് ചോദിച്ച ചോദ്യമാണ് ഇത് ഈ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഏത് വ്യക്തിയായാലും ഒരു വേദപണ്ഡിതരുടെ അടുത്ത് ചോദിച്ചു നോക്കുക, ആ വ്യക്തി പറഞ്ഞു തരും. ഈ മുറിവാക്യം എടുത്തു വച്ചിട്ട് നിങ്ങൾ സമയത്തെ വേസ്റ്റാക്കരുത് കേട്ടോ. നിങ്ങളെ ചിന്തയെ കുഴപ്പിക്കളയരുത്. താഴെ വായിച്ചു നോക്കുക. വിശ്വാസമില്ലാത്ത, പുനരുത്ഥാനത്തിൽ വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിക്ക് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണത്. ഉപമ പറയും പോലെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്തിന് പുനരുത്ഥാനമില്ല എങ്കിൽ നിങ്ങൾ എന്തിന് മരിച്ചവർക്ക് വേണ്ടി സ്നാനം എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അതാണ് ഇതിൻ്റെ അർത്ഥം. ഇതിൽ കൂടുതലൊന്നുമില്ല. ഇത് തന്നെയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ. അല്ലാതെ ഒരാൾ ചത്തു കഴിഞ്ഞ ശേഷം സ്നാനം എടുക്കാനൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെ. അവിടെ പറഞ്ഞതുപോലെ കുടം ഉടക്കിയൽ പരിപാടിയും നൂലുവെട്ടൽ പരിപാടിയും ക്രിസ്ത്യാനികൾക്കില്ല. ഇതൊക്കെ പഴയ നിയമത്തിൽ ഇങ്ങനെ ആചാരങ്ങൾ മനുഷ്യൻ ചെയ്തിരുന്നു. അതിനെ ഉപമിച്ചുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നതാണ്. മനസ്സിലായോ? ഇനി സംശയമില്ലല്ലോ? ഇല്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം ഇത്രയും പറഞ്ഞു തരുവാൻ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചല്ലോ. അതിന് ദൈവത്തിന് വലിയ മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. അടുത്ത ചോദ്യം. നോഹയുടെ കാലത്ത് ചത്തുപോയവരുടെ അടുക്കൽ കർത്താവായ യേശു ക്രിസ്തു സുവിശേഷം പറഞ്ഞു പോയി. അടുത്ത ചോദ്യം. കാരണം അങ്ങേര് പറയണ കാര്യങ്ങളിലേക്ക് പോകണമല്ലോ. അതിന് ബൈബിളിൽ ഇങ്ങനെയുള്ള മുറിവാക്യങ്ങൾ ഉണ്ടല്ലോ. അത് എടുത്തുകൊണ്ട് അങ്ങേർക്ക് ചോദിക്കാൻ പറ്റും. അതുകൊണ്ട് അത് എഴുതിയിരിക്കുന്നത് 1 പത്രോസ് 3:19 1 പത്രോസ് 3:19 ഈ കാര്യം എഴുതിയിട്ടുള്ളത്. വായിച്ചു നോക്കുക. അവിടെ ഇപ്രകാരം പറയുന്നു. ഇതാ 1 പത്രോസ് 3:19. ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘസമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. എവിടെ? നോഹയുടെ കാലത്ത്. നോഹ പെട്ടകം പണിതുകൊണ്ടിരുന്ന സമയത്ത് മാനസാന്തരത്തിൻ്റെ സുവിശേഷം പറഞ്ഞുകൊണ്ട് നടന്നു. കർത്താവ് വെള്ളപ്പൊക്കം വരുത്താൻ പോകണു, ലോകം അഴിയാൻ പോകുന്നു. അതായത് ഇന്ന് സുവിശേഷം പറയും പോലെ കർത്താവ് വരാൻ പോകുന്നു, ഈ ലോകം തീയിൽ വെന്തു പോകാൻ പോകുന്നു, ചുട്ടരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഇന്ന് പ്രസംഗിക്കുന്നത് പോലെ കർത്താവ് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, അവർക്ക് പുനരുത്ഥാനമുണ്ട്, അവർ സ്വർഗത്തിലേക്ക് പോകും, ന്യായവിധിയുണ്ട് എന്നൊക്കെ ഇന്ന് പ്രസംഗിക്കും പോലെ അന്നും നോഹ പ്രസംഗിച്ചുകൊണ്ട് നടന്നു. നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ, യേശു ക്രിസ്തു, അതായത് ക്രിസ്തുവിൻ്റെ ഇങ്ങനെയുള്ള രാജ്യമുണ്ട്, സ്വർഗരാജ്യമുണ്ട്, അതിനുവേണ്ടി നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞ് നോഹ എന്ന് പ്രസംഗിച്ചു നടന്നു. എന്നാൽ ജനത്തിന് വിശ്വാസമില്ലായിരുന്നു. എല്ലാം ചത്തു. വെള്ളത്തിൽ എല്ലാം ചത്തു. എല്ലാം കിടക്കുന്നത് തടവിലാണ്.
വ്യക്തമായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പത്രോസ് എങ്ങനെയാണ് കണ്ടത്? പത്രോസ് എങ്ങനെ കണ്ടു? യേശുക്രിസ്തു മരിച്ച് 3 ദിവസം മണ്ണിൻ്റെ അടിയിലിരുന്നു. അതായത് 3-ാം ദിവസം അല്ലേ ഉയർത്തെഴുന്നേറ്റത്. ഇത്രയും ദിവസം അങ്ങേര് ഇരുന്നത് ആത്മാവ് എവിടെയാണ് ഇരുന്നത്? ആത്മാവിൽ പോയി, അങ്ങ് പാതാളത്തിൽ പോയി സുവിശേഷം പറയാൻ. ഇത് പത്രോസിന് എങ്ങനെ മനസ്സിലായി? പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുത്തതാണ്. പരിശുദ്ധാത്മാവാണ് വെളിപ്പെടുത്തിയത്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ വചനമാണ്. അല്ലെങ്കിൽ പിന്നെ പത്രോസ് എങ്ങനെയാണ് കണ്ടത്? യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് പാതാളത്തിൽ പോയി സുവിശേഷം പറഞ്ഞെന്ന് എങ്ങനെ കണ്ടു? എന്തിന് പത്രോസ് ഇത് പറയുന്നു? ബൈബിൾ ആ ലേഖനങ്ങളെടുത്ത് വായിച്ചു നോക്കുക. നീ മാനസാന്തരപ്പെട്ട് വിശുദ്ധിയോടും ഭക്തിയോടും ജീവിക്കണം. നീ പ്രവൃത്തി കൂടാതെ നമുക്ക് ദൈവത്തിൻ്റെ അടുക്കൽ പോകാൻ പറ്റില്ല. വിശുദ്ധിയോടെ ജീവിക്കണം. അതുകൊണ്ട് അന്ന് മാനസാന്തരപ്പെടാത്ത ജനങ്ങളോടുകൂടെ സുവിശേഷം പ്രസംഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കർത്താവായ യേശുക്രിസ്തു വന്നു കഴിഞ്ഞു. കർത്താവായ യേശുക്രിസ്തു വന്നിട്ട് പൊക്കഴിഞ്ഞു. ഇപ്പോൾ ആത്മാവിൽ നിൽക്കുകയാണ്. കർത്താവ് അപ്പോസ്തലന്മാരെ നിയമിച്ചു, സുവിശേഷകരെ. ഞാനും അങ്ങനെയുള്ള ഒരു നിയോഗത്താൽ ഇന്ന് ഞാൻ കർത്താവിൻ്റെ സുവിശേഷം പറയുന്നു. അപ്പോൾ ഇതൊക്കെ ഇന്ന് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നു. ഇനി നീ ചത്ത് പാതാളത്തിൽ പോയാൽ നിനക്ക് സുവിശേഷം പറയാൻ ആരെങ്കിലും വരുമെന്നാണോ നീ വിശ്വസിക്കുന്നേ? അതാണോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അതാണോ പറഞ്ഞിരിക്കുന്നത്? കർത്താവായ യേശുക്രിസ്തു വന്നു കഴിഞ്ഞു. ക്രിസ്തുവിൻ്റെ സുവിശേഷം എല്ലാവരും അറിയണമെന്നുള്ള നിർബന്ധമാണ്. ക്രിസ്തു അതുകൊണ്ടാണ് പോയത്. മരിച്ചടക്കപ്പെട്ട് അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി സുവിശേഷം പറഞ്ഞു. അന്ന് അനുസരിക്കാത്ത ആത്മാക്കളോട് ചെന്നിട്ട് അത് ക്രിസ്തുവിന് മാത്രമേ പറ്റൂ, ദൈവപുത്രന് മാത്രമേ അതിന് അധികാരമുള്ളൂ പറ്റൂ. അല്ലാതെ ലോകത്തിൽ ജീവിച്ചു പോകുന്ന ഒരു ജഡരക്തത്തിനും അതിനുള്ള അധികാരം ഇല്ല. ആബ്രഹാം പിതാവിന് പോലും ആ സുവിശേഷത്തിന് പറയാനുള്ള അധികാരം കൊടുത്തില്ല. എന്നാൽ ആബ്രഹാം പിതാവ് പോലും ആ ധനവാൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു. ധനവാൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു. അവിടെ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും ഉണ്ട്, അവിടെ ന്യായപ്രമാണമുണ്ട്, അവരെ വാക്ക് കേൾക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവർ അത് വിശ്വസിക്കട്ടെ. അല്ലാതെ ഇവിടെ നിന്ന് ആരും അങ്ങോട്ട് വരില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും പറ്റില്ല. ഈ തടവിലുള്ള ആത്മാക്കൾ ഏതാത്മാക്കൾ? നോഹയുടെ കാലത്തിലുള്ള ആത്മാക്കൾ. അനുസരിക്കാത്ത ആത്മാക്കളെടുത്ത് യേശുക്രിസ്തു സുവിശേഷം പറയാൻ പോയി. നോഹയുടെ കാലം കഴിഞ്ഞിട്ടാണ് ന്യായപ്രമാണം കൊടുക്കുന്നത്. ന്യായപ്രമാണം അനുസരിക്കാത്തവരടുത്ത് സുവിശേഷം പറഞ്ഞതായിട്ട് പറഞ്ഞിട്ടില്ല ഇവിടെ. മോശയുടെ കാലത്തിന് ശേഷം, ന്യായപ്രമാണം കൊടുത്തതിന് ശേഷം, ആബ്രഹാം പിതാവിൻ്റെ കാലത്തിന് ശേഷം ആബ്രഹാം പിതാവിനോട് പറഞ്ഞു, ഇന്ന് എന്തിനാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ ആബ്രഹാമിൻ്റെ സന്തതി എന്ന് പറയുന്നതെന്നറിയാമോ? ആബ്രഹാമിൻ്റെ സന്തതിയെ രക്ഷിക്കാൻ വന്നു. ആബ്രഹാമിൻ്റെ സന്തതി എന്നാണ് പറയുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ. എന്തിന്? ആബ്രഹാം പിതാവ് പറഞ്ഞതുപോലെ കേട്ടു. നീ എല്ലാം ഉപേക്ഷിക്കണം. നിങ്ങൾ കൊണ്ടു നടക്കുന്ന വിഗ്രഹ ആരാധനയെല്ലാം ഉപേക്ഷിക്കണം. ഞാൻ പറയുന്നത് പോലെ നീ ഇറങ്ങ്. ഞാൻ പറയുന്ന ദേശത്തിലേക്ക് പോ. ഒരു വാക്ക് തിരിഞ്ഞും പിരിഞ്ഞും നോക്കിയില്ല, അനുസരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ആബ്രഹാമിൻ്റെയും ഈസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമെന്ന് കർത്താവ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് തിരുവചനങ്ങളിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ നീ ഈ വിഗ്രഹങ്ങളെ വിട്ട് ഒഴിഞ്ഞു മാറാൻ നിനക്ക് മനസ്സില്ല. നിനക്ക് ഇനി നീ ചത്ത് മണ്ണിൻ്റെ അടിയിൽ പോയതിന് ശേഷം നിനക്ക് പാതാളത്തിൽ സുവിശേഷം പറയാൻ ലോകത്തിൽ ആരെങ്കിലും ഉണ്ടെന്നാണോ? ഒരുത്തരുമില്ല. വന്നു കഴിഞ്ഞു യേശുക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നീ വിശ്വസിച്ചില്ല എങ്കിൽ നിനക്ക് പാതാളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. പറ്റില്ല, ഉറപ്പാണ്, പറ്റില്ല. അങ്ങനെ ഏവനെങ്കിലും ഒരുത്തം വന്ന് പറഞ്ഞ് നീ പോയാലും നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിന്നെ പാതാളത്തിലാണ് പൊക്കാന്ന് പറയണമെങ്കിൽ അവൻ കള്ളനാണ്, പിശാചാണവൻ, സാത്താനാണവൻ, ദൈവത്തിന് വിരോധിയാണവൻ. ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് ഇപ്പോൾ പ്രസംഗിക്കപ്പെടുന്നത്, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം. ഇത് നീ അനുസരിക്കണം. നീ മാനസാന്തരപ്പെടണം. നീ വിശുദ്ധിയുള്ളതായിരിക്കണം. നീ ഭക്തിയുള്ളതായിരിക്കണം. നിന്നെ തന്നെ സമർപ്പിക്കണം. അല്ലാതെ ഞാൻ തോന്നും പോലെ അങ്ങ് ജീവിക്കും, മനഃപൂർവ്വം ഞാൻ പാവം ചെയ്യും, എനിക്കൊരു മാനസാന്തരവുമില്ല, ഒന്നുമില്ല, വിഗ്രഹങ്ങളുടെ മുന്നിൽ ചെന്നിട്ട് മുട്ടുമടക്കും, ഇതൊക്കെ കാണിക്കും. അവിടെ എന്തെടുക്കാനെന്നാണ് നീ കാണിക്കാൻ പോണേ? ഇങ്ങനെയൊക്കെ ചെയ്താൽ നീ ഭൂതത്തിൻ്റെ അടിമയാണെന്നുള്ള ചിന്ത നിനക്ക് കുറച്ച് ഒന്നും വരുന്നില്ല. ഇതൊക്കെ ചെയ്തിട്ട് നീ കാണുന്ന ഈ മരിച്ചവനെയൊക്കെ വിളിച്ചിട്ട്
നീ ഭൂതത്തിനടിമയായി ആഭിചാരം ചെയ്തുകൊണ്ട് നടന്നിട്ട് നീ ചത്തു പോയതിന് ശേഷം നിനക്ക് വേണ്ടി അപേക്ഷിക്കാൻ, നിനക്ക് സുവിശേഷം പറയാൻ ഇനി ഒരുത്തനെ ദൈവം അങ്ങ് പാതാളത്തിൽ അയക്കണമെന്നാണോ? നടക്കാത്ത കാര്യം. കർത്താവ് അവിടെ പറഞ്ഞിരിക്കുകയാണ്, യേശു ക്രിസ്തുവിൻ്റെ ആ സുവിശേഷത്തിൽ വ്യക്തമായി അത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ വ്യക്തമായി അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവനവൻ ചെയ്ത നല്ലതിനും തീയതിനും പ്രാപിക്കാൻ തക്കവണ്ണം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ സുവിശേഷം കേൾക്കുക, മാനസാന്തരപ്പെടുക. അല്ലാതെ ഈ കള്ള പുരോഹിതന്മാർ പറയുന്നത് കേട്ട് നിങ്ങൾ ചെന്ന് വിഗ്രഹത്തിൻ്റെ മുന്നിൽ മുട്ടുമടക്കുമെങ്കിൽ, ഈ ചത്തവരോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിങ്ങൾ വെളിച്ചം കാണത്തില്ല എന്ന് ഉറപ്പായി പറയുന്നു. സഭാപ്രസംഗി അതിനെ വ്യക്തമായി താഴോട്ട് പറയുകയാണ്. അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് അത് വായിച്ച് കേൾപ്പിക്കാം. നിങ്ങളത് മനസ്സിലാക്കിക്കൊള്ളുക. സഭാപ്രസംഗി ആ 12-ാമത്തെ അധ്യായത്തിലേക്ക് തന്നെ നമുക്ക് നമ്മളെ ചിന്തയെ കൊണ്ടുവരാം. സഭാപ്രസംഗി എന്ത് പറയുന്നെന്ന് നമുക്ക് നോക്കാം. അവിടെ നോക്കണേ, ഇതൊക്കെ തിരുവചനങ്ങൾ വ്യക്തമായി നിങ്ങളത് മനസ്സിലാക്കി. ഇത് തീയാണ്. വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞ തീയുടെ നടുവിൽ കൂടെ യാത്ര ചെയ്യുന്നതാണ്. നമ്മൾ അഗ്നിയിൽ കൂടെ യാത്ര ചെയ്യുന്നതാണ്. അഗ്നിയിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മളിലുള്ള അഴുക്കുകളൊക്കെ ഈ അഗ്നി ചുട്ടരിച്ച് കളയും. അഗ്നിയിൽ നിന്ന് നമ്മൾ പുറത്തു വരുമ്പോൾ നമ്മൾ വിശുദ്ധിയുള്ളവരായിരിക്കും. അതുപോലെയാണ് അഗ്നിയുടെ ജീവിതമാണ്. അഗ്നിയിൽ കൂടെ സഞ്ചരിച്ചാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ക്രിസ്തീയ ജീവിതം. അല്ലാതെ അവിടെ തണുപ്പ്, ഇവിടെ കുറച്ച് തണുപ്പ്, അവിടെയും പോയി ഇവിടെയും പോയി കാണുന്നിടത്ത് പോയി മണ്ടയും കുത്തി ജീവിച്ചാൽ ഈ ഭൂമിയിൽ ഉള്ളതേ ഉള്ളൂ. പാതാളത്തിലേക്ക് പോകാൻ റെഡിയായിരുന്നുള്ളുക. പാതാളത്തിലേക്ക്. ഇവിടെ സഭാപ്രസംഗി പറയുകയാണ്, എൻ്റെ മകനെ പ്രബോധനം കൈക്കൊള്ളുക. പുസ്തകം ഓരോന്നുണ്ടാകുന്നതിന് അവസാനമില്ല. അധികം പഠിക്കുന്നത് ശരീരത്തിന് ക്ഷീണം തന്നെ. എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക. ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. എന്താ പറഞ്ഞേ? വായിച്ചു നോക്കുക. ഭവനത്തിൽ ഈ തിരുവചനം എല്ലാവരുടെ കയ്യിലും ഉള്ളതാണ്. സഭാപ്രസംഗി ഏത് ക്രിസ്തീയ വിശ്വാസത്തിൽപ്പെട്ടവരുടെ കയ്യിലും ഉണ്ട്. സഭാപ്രസംഗി എടുത്ത് വായിച്ചു നോക്കുക. പുസ്തകങ്ങൾ ഒരുപാട് ലോകത്തിൽ എഴുതി ഉണ്ടാക്കും ആൾക്കാർ. ഇപ്പോൾ ഇത് അടുത്ത പുതിയ വേദപുസ്തകം ഉണ്ടാക്കാൻ പോകണമെന്ന് ഞാൻ ഒരാൾ പറഞ്ഞു കേട്ടു. ശരിയാണെന്ന് അറിയില്ല. കത്തോലിക്ക വിശ്വാസത്തിൽപ്പെട്ടവർ. കാരണം അവർക്ക് ഇതൊന്നും അവർക്ക് തികയില്ല. അതുകൊണ്ട് ഇനി വേറെ ഒരു പുസ്തകം കൂടെ അവർക്ക് ഉണ്ടാക്കണം. ഉണ്ടാക്കാൻ പോകണമെന്നാണ് പറയുന്നത്. ശരി, ഉണ്ടാക്കട്ടെ. ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടെ. അത് കുഴപ്പമില്ല. കർത്താവ് വരാൻ പോകുന്നു. സ്തോത്രം. അപ്പോൾ പുസ്തകം ഓരോന്നുണ്ടാകുന്ന അതിന് അവസാനമില്ല. അധികം പഠിക്കുന്നത് ശരീരത്തിന് ക്ഷീണം തന്നെ. പ്രബോധനം നീ കൈകൊള്ളുക. എന്താണ്? എല്ലാറ്റിൻ്റെയും സാരം കേൾക്കുക. ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് കൊള്ളുക. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക. ദൈവത്തിൻ്റെ കൽപ്പനകളെ. അതാണ് ഇതിലൊക്കെ നീ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അല്ലാതെ പുസ്തകങ്ങളിൽ നീ ലോകത്തിൽ കിടക്കണ പുസ്തകമൊക്കെ പഠിച്ചിട്ട് അതിൽ ഇങ്ങനെ കിടക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പരിശുദ്ധാത്മാവ് വ്യക്തമായി പറഞ്ഞു തരികയാണ്. അത് മനസ്സിലാക്കിക്കൊള്ളുക. അടുത്ത താഴെ പറയുന്നു, ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമല്ലോ. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഇതൊന്നും വായിച്ചിട്ട് നിങ്ങളെ തലയെ പുണ്ണാക്കരുത്. എൻ്റെ അടുത്ത് അയാൾ ചോദിച്ചിരിക്കുകയാണ്, മക്കബേറിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നെന്ന്. സഹോദര, മക്കബേറും ഉണ്ട്, ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അവർ ഇപ്പോൾ പുതിയ ബൈബിൾ ഉണ്ടാക്കാൻ പോകുന്നു. നീ അവർ പറയുന്നത് കേട്ടോണ്ട് നടക്കുമെങ്കിൽ തീർച്ചയായും ഞാൻ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, ആ വിശ്വാസത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്കും സ്വർഗരാജ്യത്തിൽ പോകാൻ സാധിക്കില്ല. ദൈവത്തിൻ്റെ രാജ്യത്തിൽ പോകുവാൻ സാധിക്കില്ല എന്ന് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. പരിശുദ്ധാത്മാവ് പറയുകയാണ്, മാനസാന്തരപ്പെട്ട് ദൈവം ആത്മാവാണ്, ആത്മാവിലും സത്യത്തിലും ആരാധിച്ചുകൊണ്ട് വിശുദ്ധിയോടും ഭക്തിയോടും ജീവിച്ച്
സ്വർഗരാജ്യത്തിലേക്ക് പോകുവാൻ നിങ്ങളെ സമർപ്പിക്കുക. അല്ലാതെ ഈ ചത്തവരാരും നിങ്ങളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകില്ല. മറിയെ കൂട്ടിക്കൊണ്ട് പോകില്ല, ഒരു ദൂതനും കൂട്ടിക്കൊണ്ട് പോകില്ല, അപ്പോസ്തലന്മാരും കൂട്ടിക്കൊണ്ട് പോകില്ല, ആരും കൂട്ടിക്കൊണ്ട് പോകില്ല. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. നീ വിശ്വസിച്ച് നീ മാനസാന്തരപ്പെട്ട് നീ വിശുദ്ധിയോടെ ജീവിക്കുന്നുവെങ്കിൽ നീ സ്വർഗത്തിലേക്ക് പോകും. വേറൊരുത്തരെയും കൊണ്ടുപോകാനും പറ്റില്ല, വേറെ ഒരാളെയും കൊണ്ടുപോകാൻ പറ്റില്ല. അത് സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനം 49 മനുഷ്യന് വീണ്ടെടുപ്പ് വില കൊടുക്കാൻ ആരെ കൊണ്ടും പറ്റൂല എന്ന്. സങ്കീർത്തനം 49:20 എടുത്ത് വായിച്ചു നോക്കുക. ഒരു മനുഷ്യൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ, ഒരു വീണ്ടെടുപ്പ് വിലയും അവന് കൊടുക്കാൻ പറ്റില്ല എന്നാണ് ആ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്. സങ്കീർത്തനം ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഹല്ലേലൂയ, സ്തോത്രം. സങ്കീർത്തനം 49:7 ഇതാ: സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അത് ഒരു നാളും സാധിക്കുകയില്ല. അവസാനം പറയുന്നു, എന്താണെന്നറിയാമോ? മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാണ്. ഇത് 2 പേരുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സംഭവമുള്ളതാണ്. ഇതൊന്നും ഉടനെ തീരുന്ന കാര്യമില്ല. ഞാനൊരു കാര്യത്തിന് എടുത്തു കാണിച്ചു തന്നതാണ്. ഏതെങ്കിലും വേറൊരു സമയം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാൻ തരുമ്പോൾ ഞാൻ അതിനടുത്ത് വ്യാഖ്യാനിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ ആളുകൾ ഇന്നും അതിന്ന് എടുത്ത് പറഞ്ഞു തരാൻ സാധിക്കും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്. എന്നാൽ ഇവിടെ പറയുന്നത് എന്താണ്? ഒരു മനുഷ്യൻ്റെ ആത്മാവിന് വേണ്ടി നമുക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കാൻ പറ്റില്ല. ക്രിസ്തുവിൻ്റെ സുവിശേഷം വിശ്വസിച്ച് നമ്മൾ വിശുദ്ധിയോടെ ജീവിച്ചാൽ മാത്രം സ്വർഗത്തിലേക്ക് പോകാം. ഈ അന്യാരാധനയ്ക്കും ഈ വിഗ്രഹാരാധനയ്ക്കും ഈ ആഭിചാരത്തിനും അടിമപ്പെട്ട് കിടക്കുന്ന ഏതൊരു വ്യക്തിയും ഇതിൽ നിന്ന് മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് പോകുവാൻ സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, സ്വർഗം നിങ്ങൾക്ക് വാതിൽ അടച്ചു വച്ചിരിക്കുമെന്ന് തീർച്ചയായും ഈ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. മാനസാന്തരപ്പെട്ടുകൊള്ളുക, ആ സ്ഥലം വിട്ട് ഓടി ഒഴിഞ്ഞുകൊള്ളുക, ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. ഇനി ഇതുപോലെ സുവിശേഷത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഒരു ഉടനെ തീരുന്ന കാര്യമൊന്നുമല്ല. കാരണം മനുഷ്യൻ്റെ സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്കണമല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ അത് ഉത്തരവാദിത്വം. പരിശുദ്ധാത്മാവിൻ്റെ വചനമാണ് ചോദിച്ചത്, അതിനും പരിശുദ്ധാത്മാവ് തന്നെ അതിൻ്റെ മറുപടി കൊടുക്കണം. അപ്പോൾ നമുക്ക് സുവിശേഷ ഭാഗത്തിൽ കാണാൻ സാധിക്കും. ലൂക്കാ സുവിശേഷത്തിൽ 11:27-28 വായിക്കുമ്പോൾ കർത്താവിൻ്റെ ഈ വലിയ അത്ഭുതത്തെ കണ്ടിട്ട്, കർത്താവിൻ്റെ വലിയ അത്ഭുതം ഒക്കെ കണ്ടിട്ട് ഒരു സ്ത്രീ ആത്മീയത്തിൽ വലിയ ഒരു കർത്താവിനെ ഒന്ന് പൊക്കി, കർത്താവിനെ ഒന്ന് അങ്ങ് പൊക്കി. അതായത് ഇന്ന് ഒരുപാട് സ്ത്രീകൾക്കുള്ള സ്വഭാവമാണ് ഇത്. അത് നമ്മൾ ആത്മീയ രീതിയിൽ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അന്ന് ബ്രദറായിരുന്ന സമയത്ത് ഞാൻ ഒരുപാട് പേർക്ക് കൗൺസിലിനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആ രീതിയിലൊക്കെ എനിക്ക് കുറച്ച് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി തരും വ്യക്തമായി. അന്ന് വെളിച്ചപ്പാട് ആത്മാവ് ആ രീതിയിൽ അന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ശരി, അതിരിക്കട്ടെ. അപ്പോൾ ഇവിടെ ആ സ്ത്രീ പറയുകയാണ്. ഇത് പറയുമ്പോൾ ലൂക്കാ സുവിശേഷം 11:27 വാക്യമാണ് കേട്ടോ, 27-28. ഇത് പറയുമ്പോൾ പുരുഷാരത്തിൽ ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട്, നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു. അതിന് യേശു, അവനെന്ന് എഴുതിയിരിക്കുന്നു, അതിന് യേശുവാണ്. അതിന് യേശു അല്ല, ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യമുള്ളവർ എന്ന് പറഞ്ഞു. ഇവിടെ വെച്ച് ഇതിൽ എന്തെങ്കിലും മനസ്സിലാവുന്നോ പ്രിയ സഹോദരി? നീ കുടിച്ച മുലയും അതായത് നിന്നെ ചുമന്ന ഉദരവും നീ കുടിച്ച മുലയും ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞ എന്താണ്? അതായത് നിന്നെ പ്രസവിച്ച അമ്മ ഭാഗ്യമുള്ളവളെന്നാണ് പറഞ്ഞത്. അവിടെയും കർത്താവ് തടഞ്ഞവിടെ ഇല്ല.
അമ്മയ്ക്ക് പോലും അവിടെ പോലും ഒരു സ്ഥാനം കൊടുത്തിട്ടില്ല കർത്താവ്. അവിടെയും കർത്താവ് തടഞ്ഞു. അമ്മയായാലും ശരി, സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. പരിശുദ്ധാത്മാവ് പറയുകയാണ്, പ്രിയ സഹോദര സഹോദരി, യേശുക്രിസ്തു ജനിച്ച അമ്മയായാലും ശരി, കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ചില്ല എങ്കിൽ ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ അത്രേ ഭാഗ്യവാന്മാർ എന്ന് കർത്താവ് പറഞ്ഞു. അവരാണ് ഭാഗ്യവാന്മാർ. അവരാണ് ഭാഗ്യവാന്മാർ. ആരായിക്കോട്ടെ, ഈ ഭൂമിയിൽ ജനിച്ച ജഡരക്തങ്ങൾ ആരായിക്കോട്ടെ, ഏത് വ്യക്തി ആയിക്കോട്ടെ, ഏത് മനുഷ്യനായിക്കോട്ടെ, അമ്മ മറിയ ആയാലും ശരി. ഞാൻ പറയുന്നത് ഒരു ഉദാഹരണത്തിന് പറയുകയാണ്. അമ്മ മറിയ ഞാൻ വിശ്വസിക്കുന്നുണ്ട് പറുദീസയിലാണെന്ന്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന വചനം അങ്ങനെയാണ്. ആരായിരുന്നാലും ശരി, കർത്താവിൻ്റെ വചനം കേട്ട് പ്രമാണിക്കുന്നവർ, കൽപ്പന പ്രമാണിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. അവർക്കാണ് സ്വർഗരാജ്യമുള്ളത്. ഇവിടെ അമ്മയ്ക്ക് പ്രധാനം കൊടുത്തിട്ടില്ല, പ്രിയ സഹോദര സഹോദരി. അതുകൊണ്ട് അമ്മയെ യോഹന്നാനെ ഏൽപ്പിച്ചു, വേറെ ആരെയും ഏൽപ്പിച്ചില്ല. അതുകൊണ്ട് അമ്മയോട് പ്രാർത്ഥിക്കാം. അമ്മയുടെ ആത്മാവിടെ ഇല്ല. നീ അമ്മയെ വിളിക്കുമ്പോൾ, മറിയേന്ന് വിളിക്കുമ്പോൾ, മറിയേരെ പേറ്റ് വിളിയും കേട്ടുകൊണ്ടുവരുന്നത് ആരെന്നറിയാമോ? വെളിച്ചപ്പാടാത്മാവ്, ചത്തവൻ്റെ ആത്മാവ്. സാത്താൻ അതിൻ്റെ തന്ത്രത്തിൽ ഇവിടെ ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചും ഈ സാത്താൻ ഈ ഭൂമിയിൽ എങ്ങനെ ഉരുവായി, സാത്താൻ എന്ന ഒരുവൻ എങ്ങനെ ഉണ്ടായി, ദുഷ്ട ആത്മാവ് ഭൂതങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് വചന അടിസ്ഥാനത്തിൽ വ്യക്തമായി ഞാനത് അവിടെ പറഞ്ഞു തന്നിരിക്കുകയാണ്. എടുത്ത് വായിച്ച് കേട്ടു നോക്കുക. സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിശാചിൻ്റെ ആത്മാവ് ഈ ഭൂമിയിലുണ്ട്. ഈ ചത്തമ്മമാരെ വിളിക്കുന്നവരെ സഹായിക്കാൻ, ആഭിചാരം ചെയ്യാൻ, വെളിച്ചപ്പാട് കാണിക്കാൻ പിശാചിൻ്റെ ആത്മാവ്. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. അത് യേശു ക്രിസ്തുവെ നീ വിളിക്കണം. കർത്താവായ യേശുവിനെ വിളിക്കണം. പരിശുദ്ധാത്മാവ് വേണമെങ്കിൽ അപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. നീ അമ്മയെയും വിളിക്കും, യേശുവെയും വിളിക്കും. പരിശുദ്ധനായ ദൈവമാണ്. നീ അമ്മയെ വിളിക്കുമ്പോൾ സാത്താൻ തന്നെ വന്നു ആദ്യം നിൻ്റെ അടുക്കൽ. പിശാചി തന്നെ വന്നു, ദുരാത്മാവ് തന്നെ വന്നു. പരിശുദ്ധാത്മാവ് ഒതുങ്ങും. പിന്നെ നീ വിളിക്കുന്നതൊന്നും ദൈവത്തെ അല്ല. പിന്നെ നീ എന്ത് തന്നെ അവിടെ കാണിച്ചുകൊണ്ട് നടന്നാലും ശരി, എന്ത് കാണിച്ചാലും ശരി, അന്നത്തെ ദിവസം പോയി. അന്നത്തെ ദിവസം നിൻ്റെ നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ ആത്മാവ് പൊക്കഴിഞ്ഞു. സ്തോത്രം. നിങ്ങളത് മനസ്സിലാക്കണം പ്രിയ സഹോദരങ്ങളെ. അതുകൊണ്ട് എല്ലാവരും സ്വർഗത്തിലേക്ക് പോകണമെന്ന് എൻ്റെ ആഗ്രഹം, പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. നിങ്ങൾ മാനസാന്തരപ്പെടുക. എനിക്ക് നിങ്ങളുമായിട്ട് ഒരു ശത്രുതയുമില്ല. തിരുവചനം കർത്താവിൻ്റെതാണ്. കർത്താവിൻ്റെ തിരുവചനം പരിശുദ്ധാത്മാവിനാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചനം. പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഈ പരിശുദ്ധാത്മാവിനാൽ പറഞ്ഞു തരുന്ന ഈ തിരുവചനം നിങ്ങൾ അതേപോലെ പരിശുദ്ധാത്മാവിനാൽ ഉൾക്കൊള്ളുക. തർക്കിക്കുന്ന മനോഭാവം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ വച്ചിരിക്കുക. പിന്നെ സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഇതുപോലെ ഏതെങ്കിലും ഒരു സമയം നിങ്ങൾക്ക് അതിൻ്റെ സംശയം തീർത്തു തരുന്നതായിരിക്കും. പരിശുദ്ധാത്മാവ് തന്നെ അത് തീർത്തു തരും. അല്ലാതെ കാടും മേടും പറഞ്ഞ്, അതായത് വേണ്ടാത്ത വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇടുമെങ്കിൽ അതൊന്നും ഞാൻ കാണാൻ പോകുന്നില്ല. അത് യൂട്യൂബിന് ഞാൻ അനുവാദം കൊടുത്തിട്ടുമില്ല. ഈ വേണ്ടാത്ത ഇതൊക്കെ പറഞ്ഞ് എന്നെ നിങ്ങളെ വലുതും പറയാണ്. കാരണം പരിശുദ്ധാത്മാവ് അത് ആഗ്രഹിക്കുന്നില്ല. വചനത്തിൽ കൂടെ സംശയം എന്ത് ചോദിച്ചാലും പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. സ്തോത്രം. അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളിവിടെ കണ്ടു മറിയയെ എന്തുകൊണ്ട് യോഹന്നാനെ ഏൽപ്പിച്ചു. അടുത്ത് കണ്ടു എന്താണ് ഈ സ്നാനം. അടുത്ത് കണ്ട് മരിച്ചവരോട് സുവിശേഷം എന്തിനു പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു. ഇത് കഴിഞ്ഞ വീഡിയോയിൽ, കഴിഞ്ഞ സുവിശേഷത്തിൽ ഞാൻ പറഞ്ഞ അതേ ഭാഗത്തിൻ്റെ തുടർച്ചയായിട്ടാണ് നിങ്ങളിത് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ വിശുദ്ധിയോടെ ജീവിച്ച് സ്വർഗരാജ്യത്തിലേക്ക് വെച്ച് നമുക്ക് കാണാം. ഈ ഭൂമിയിൽ എവിടെയെങ്കിലും വെച്ച് കാണുമെങ്കിൽ സ്തോത്രം, അതിന് വലിയ സന്തോഷമുണ്ട്. എന്നെ കണ്ടിട്ട് നിങ്ങളെ കർത്താവിൻ്റെ ആ തിരുവചനം കേട്ടു, ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്നാലും അതേക്കാളുപരി
സ്വർഗത്തിൽ വെച്ച് നമുക്ക് കാണുമ്പോൾ ഇതൊക്കെ വലിയ സന്തോഷം കാണും. അവിടെ വെച്ച് ഈ ഒരു കാര്യം പറയുമെങ്കിൽ എനിക്ക് വലിയ സന്തോഷമാണ്. അങ്ങനെ എല്ലാവരെയും ദൈവം സ്വർഗത്തിലേക്ക് കൊണ്ടുവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട എല്ലാ സഹോദരങ്ങളും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട, ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട, ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ട പരിശുദ്ധരായി ഈ ഭൂമിയിൽ ജീവിച്ച് മാനസാന്തരപ്പെട്ട് വിശുദ്ധിയോടെ ഭക്തിയോടെ ജീവിച്ച് സ്വർഗരാജ്യത്തിൽ വെച്ച് എല്ലാവരും ദൈവത്തെ ഒരുമിച്ച് നിന്ന് ആരാധിക്കുവാൻ തക്കവണ്ണം കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ. എൻ്റെ കർത്താവ് അങ്ങനെ എല്ലാവർക്കും ആ കൃപ നൽകട്ടെ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കൂടെ പറയാനുണ്ട്. എന്നാൽ അത് മറ്റൊരു വിഷയവുമായി പങ്കുവയ്ക്കുമ്പോൾ അതിൽ കൂടെ ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കേട്ട എല്ലാവരെയും ദൈവം വീണ്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകളെ ഇന്ന് ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപ ലഭിക്കട്ടെ. എല്ലാവർക്കും ദൈവം സഹായകനായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം കൂടുതലായി കർത്താവിൻ്റെ രഹസ്യങ്ങൾ, ഈ സ്വർഗീയ രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തരുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ വലിയ വാഞ്ചയുള്ളവനാണ്, വലിയ ആഗ്രഹമുള്ളവനാണ് സ്വർഗീയ രഹസ്യങ്ങളെ മനസ്സിലാക്കുവാൻ. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതൊന്നും പറഞ്ഞ് ഞാൻ ഒരുമാതിരി അതിനെ അപമാനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല. അത് എനിക്കല്ലേ അറിയാവൂ. അതുകൊണ്ട് ദൈവം ഇതുപോലെ എല്ലാവർക്കും വെളിപ്പെടുത്തി കൊടുക്കുവാൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുന്നവനാണ് ദൈവം. എനിക്ക് മാത്രമല്ല, ഈ ലോകത്തിലുള്ള സകല മനുഷ്യർക്കും, ഇതുപോലെ വിശുദ്ധിയോടും ഭക്തിയോടും ജീവിക്കുന്ന സകല മനുഷ്യർക്കും വെളിപ്പെടുത്തി കൊടുക്കുവാൻ ദൈവം എപ്പോഴും കാതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നവനാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കൃപ എല്ലാവർക്കും ലഭിക്കട്ടെ. എല്ലാവരുടെ കുടുംബത്തെയും ദൈവം സഹായിക്കട്ടെ, രക്ഷിക്കട്ടെ, അന്ധവിശ്വാസത്തിൽ നിന്ന് വിടുവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അന്ധവിശ്വാസമാണ് ഇതൊക്കെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവരുടെ അടുക്കൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. ഏറ്റവും അടുത്തു. ഈ കാലം അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ആരും പാതാളത്തിൽ സുവിശേഷം പറഞ്ഞ് വരികയില്ല. നമുക്കാരെയും രക്ഷിക്കാനും പറ്റില്ല. നമ്മളെ തന്നെ രക്ഷിക്കുക. നമുക്ക് വേണ്ടി നമ്മളെ തന്നെ വിശുദ്ധിയോടും ഭക്തിയോടും ജീവിക്കാൻ സമർപ്പിക്കുക. സ്തോത്രം. സ്വർഗീയപിതാവേ, അങ്ങനെ നിങ്ങളെല്ലാവരും, ഈ വചനം കേട്ട എല്ലാവരും നിങ്ങളെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുമോ എൻ്റെ സഹോദര സഹോദരി? എങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. സ്തോത്രം. സർവശക്തനായ ദൈവമേ, ഈ കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി ജീവിക്കുവാൻ സഹായിക്കണമേ. അങ്ങയുടെ കരങ്ങളിൽ വരെ ഏൽപ്പിക്കുകയാണ് പിതാവേ. പരിശുദ്ധാത്മാവ് തന്നെ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ. ഒരു അന്യശക്തികളും ഇവരെ വഞ്ചിച്ചു കൊണ്ടുപോകരുതേ. എല്ലാ അന്ധവിശ്വാസത്തിൽ നിന്ന് ഇവരെ വിടുവിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ. സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം. സ്തോത്രം.